യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम से सभी पवित्र जनों को प्रेम का वंदना। ഒരു പുനരുത്ഥാന ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകി. प्रभु ने हमको और एक पुनरुत्थान का दिन दान स्वरूप दिया है। ഇന്ന് നമുക്ക് ഈ നിലയിൽ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ ഒരുമിച്ച് ഇങ്ങനെ കൂടുവാനും ഒരുമിച്ച് ഇങ്ങനെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് അവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. प्रभु को मैं बहुत धन्यवाद देना चाहता हूँ कि इस ऐसा परिस्थिति और माहौल में लॉकडाउन का अवस्था होकर भी लेकिन प्रभु ने हमको इस रीति से इकट्ठा होने का मौका दिया। ഇന്നും അനേകർക്കും ഈ നിലയിൽ ഒന്ന് കൂടി വരുവാനോ ഒന്നും അങ്ങനെ പരസ്പരം കാണുവാനോ ഒന്നും കഴിയുന്നില്ല. और आज भी ऐसे बहुत लोग हैं जिनको इस तरह परिस्थिति के अवस्था की वजह से एक दूसरे के साथ इकट्ठा होकर मिलने का मौका नहीं मिल रहा, यहाँ तक कि इस तरह भी इकट्ठा होने नहीं हो पा रहा। എന്നാൽ കർത്താവിന്റെ വലിയ കൃപയാൽ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കർത്താവ് നൽകിയല്ലോ. लेकिन प्रभु को मैं बहुत धन्यवाद देता हूँ कि उनका बहुत बड़ा अनुग्रह है कि हमें इस रीति से प्रभु ने हमको इकट्ठा किया। പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഓരോ ഉപകാരങ്ങൾക്കും നാം ദൈവത്തിന് എത്രമാത്രം നന്ദി കയറ്റണം. इसके लिए प्रिय हमको मिलने वाला एक एक मौका और एक एक उपकार जो प्रभु हमारे ऊपर करता है उसको हमें कितना धन्यवाद देना चाहिए। നമുക്കിപ്പോൾ നേരിട്ട് കണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ നിലയിലും നമുക്ക് അതിന്റെ ഒരു ചെറിയ അനുഭവം കർത്താവ് നൽകുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को धन्यवाद देता हूँ कि भले हमको आसपास एक साथ मिलकर इकट्ठा होकर मिलने नहीं हो रहा तो भी वो संगति का एक छोटा अनुभव इस रीति से हम लोग मिलने के द्वारा हो रहा है, इसके लिए मैं धन्यवाद देता हूँ। അപ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഇങ്ങനെയാണേലും ലഭിക്കാവുന്ന അവസരങ്ങളെ അതിന്റെ ഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ലാഭം എടുക്കുക, നേട്ടം കൊയ്യുക എന്നുള്ളത് വിശുദ്ധന്മാരുടെ കർത്തവ്യമാണ്. तो इसके लिए ये तो पवित्र लोगों का जिम्मेदारी है कि कैसा भी मौका मिले, संगति का मौका मिले तो वो हर संगति से जो भी लाभदायक बातें हैं, जो भी फायदा की बात है उसको इकट्ठा करें। നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങുക, മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. यस, क्योंकि हमारे एक विश्वासियों का एक ही लक्ष्य है, वो है कि अनंतता के लिए तैयार रहना और सभी भाई बहनों को उस विषय के लिए तैयार करके उनको प्रोत्साहन करना। നമുക്കറിയാം, ക്രിസ്തീയ ചരിത്രം നമ്മൾ പഠിച്ചാൽ 1-ാം നൂറ്റാണ്ട് മുതലേ അവർക്ക് ഒരുമിച്ച് കൂടുവാനോ ആരാധിക്കുവാനോ അവർക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അതിനൊന്നും കഴിഞ്ഞില്ല. हम देखते हैं जब पहला इतिहास के विश्वासी लोगों को, फर्स्ट सेंचुरी के लोगों को, उस समय के लोगों को, उन लोगों को बहुत आग्रह था, इकट्ठा होकर संगति करने का बहुत इच्छा रखता था, लेकिन परिस्थिति के कारण उनको फिर इकट्ठा होने के लिए नहीं हो पाते थे। ഏതെങ്കിലും നിലയിൽ ഇന്നും നമുക്ക് ഒരു പരിധി വരെയും നമുക്ക് വളരെ പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെ കൂടി വരാൻ കഴിയുന്നത്. आज भी हम हालात को अगर देखा जाए तो इस तरह अलग अलग विभिन्न परिस्थितियों के बीच में भी प्रभु ने हमको इकट्ठा किया है। പലരും പല പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. हम सब लोग जानते हैं कि सब लोग अलग अलग परिस्थितियों और तकलीफों से गुजर रहा है, എങ്കിലും നാം അവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. और मैं उन लोगों के लिए खास हम लोग उनके लिए प्रार्थना भी कर रहे हैं। നമ്മുടെ എല്ലാവരുടെയും വളരെ ഈ സമയത്ത് ക്രിസ്തുവിലുള്ള നമ്മുടെ യഥാർത്ഥ സ്നേഹത്തെ പങ്കുവയ്ക്കുവാൻ നല്ലൊരു അവസരമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നിരിക്കുന്നത്. क्योंकि ये समय ऐसा समय है कि मसीह का प्रेम हम दूसरों को बांट सके, उस रीति का परिस्थिति प्रभु ने अभी हमको तैयार करके दिया है। അപ്പോൾ ഞാൻ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. इसलिए मैं प्रभु को दोबारा धन्यवाद देता हूँ। നമ്മൾക്ക് ഈ നിലയിൽ ഒരുമിച്ച് വചനം പങ്കുവെച്ച് ആത്മീയമായിരിക്കുന്ന ആ വർദ്ധനവിന് അതിന് ദൈവം ഒരു അവസരം ഒരുക്കിയല്ലോ, അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. मैं प्रभु को बहुत धन्यवाद देता हूँ कि प्रभु ने हमको इस तरह इकट्ठा करके हम सबका आत्मिक उन्नति हो सके, आत्मिक बढ़ोतरी हो सकते, उसका कारण ये संगति बना है, उसके लिए धन्यवाद। നമ്മുടെ കർത്താവ് ഇതുവരെ വന്നില്ല, हमारा प्रभु अभी तक आया नहीं है, എന്നാൽ എത്രയും വേഗം വരും. लेकिन बहुत जल्दी आएगा। ചിലപ്പോൾ ആ വരവ് ഇന്നായിരിക്കാം, शायद वो आगमन आज हो सकता है। നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു കൂടിവരവ് സാധിച്ചു എന്ന് ചിലപ്പോൾ ഈ ലോകത്തിൽ നടന്നു വരികയില്ല. ऐसा शायद हो सकता है कि शायद इस रीति का इकट्ठा होना शायद हमको दोबारा नहीं मिलेगा, പ്രിയമുള്ളവരെ, നാം ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മുടെ കർത്താവ് വരും. क्योंकि हम कभी सोच भी नहीं सकते ऐसा समय पर प्रभु आएगा। കാരണം കൃത്യമായിട്ടും ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് ശക്തമായിട്ട് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. क्योंकि ये दुनिया का सारा परिस्थिति और अवस्था को देखकर ये दुनिया एक गवाही देता है कि हमारा प्रभु जल्दी आएगा। എന്നാൽ പലർക്കും ചിന്തയുണ്ടാകാം, ഇല്ല ഇനിയും താമസമുണ്ടെന്നൊരു ചിന്ത ചിലപ്പോൾ കടന്നു വന്നേക്കാം. लेकिन शायद कुछ लोगों के अंदर ऐसा विचार हो सकता है कि शायद तो अभी थोड़ी प्रभु आएगा या थोड़ा देरी करेगा करके ऐसा कोई सोच सकता है। എങ്കിലും ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ഈ സമയങ്ങളിൽ അമാന്തിക്കരുത്. നമ്മൾ ഒരിക്കലും മന്ദതയുള്ളവരാവരുത്. ഉത്സാഹികളായി വളരെ തീഷ്ണതയോടെ
നമ്മുടെ ഒരുക്കങ്ങളെ നാം പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. हाँ, लेकिन फिर भी ऐसा अवस्था में भी रहते समय में हम कभी भी निराश ना होए, हमारा तैयारी के विषय में कभी ठंडा ना हो, तीव्रता के विषय में, जलन के विषय में हम लोग ठंडा ना हो, बल्कि और उत्तेजना से और जलन से प्रभु के विषय में सेवा कर कर प्रभु का आगमन के लिए तैयार रहने का वो अवस्था सब में बनाए रखे. നിത്യതയ്ക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നാം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. हाँ, अनंतता के विषय के लिए जो भी लाभ की बातें हैं वो विषय हम लोग सोच रहे थे इन दिनों में. നമുക്കറിയാം പൗലോസ്ലീഹയുടെ വളരെ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ആഗ്രഹമാണ് പ്രയോജനമുള്ള ഒരു കാര്യവും മറച്ചു വയ്ക്കാൻ പാടില്ല. हम जानते हैं कि प्रेरित पौलुस के जीवन में जो सबसे बड़ा बोझ जो उसने बांटा था वो था कि आपके लिए जो भी लाभदायक बातें हैं वो कुछ भी बात मैंने छुपाया नहीं. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വിഷയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. और गए दिनों से हम लोग लाभदायक बातें, जो भी लाभ की बातें उस विषय में हम लोग सोच रहे थे, मनन कर रहे थे. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 20-20 വാക്യമാണ് നമ്മൾ അതിന് കീ വേർഡ് ആയിട്ട് അതിനെ ആധാരമായിട്ട് എടുത്തത്. हम लोग ने जो आधार के लिए जो वाक्य लिया था प्रेरितों का कार्य 20 में एक्ट्स चैप्टर 20 वर्स 20, एक्ट्स चैप्टर 20 वर्स 20 ये वाक्य हमने लिया था आधार में. അപ്പോൾ പൗലോസ് പറയാണ് പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെക്കാതെ അത് പരസ്യമായും വീടുതോറും നിങ്ങൾ അറിയിച്ചു എന്നാണ് താൻ പറയുന്നത്. तो वो कहते हैं कि लाभ की बातें, जो भी लाभ की बातें था वो कुछ भी मैंने छुपाया नहीं, बल्कि सब घर घर में जाकर सबको मैंने लाभ की बातें मैंने घोषणा किया. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പ്രയോജനമുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നു. तो उधर हम लोग जो लाभदायक बातें हैं वो हम देख रहे थे. അതിൽ നമ്മൾ ഒന്നാമത് കണ്ടത് നമ്മൾ ദൈവഭക്തിയെ കുറിച്ചാണ്. उसमें से पहला लाभ की बातें हमने देखा परमेश्वर की ओर की भक्ति है. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. आप सब लोगों को याद रहेगा. ഞാൻ നിങ്ങളെ ഒരു പെട്ടെന്ന് ചില നിമിഷങ്ങളിൽ അതൊന്ന് ഓർപ്പിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. लेकिन कुछ समय के लिए मैं मतलब फटाक से वो जो बातें हैं थोड़ा बातें याद दिलाकर आगे बढ़ना चाहता हूँ. അതിന് നമ്മൾ ആധാരമായിട്ട് വായിച്ചത് 1 തിമോത്തി 4:8 ആയിരുന്നു. तो भक्ति के विषय में हमने पहला तिमोथी 4:8 हमने पढ़ा था. फर्स्ट तिमोथी चैप्टर 4 वर्स 8. അപ്പോൾ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഇത് ഈ ലോകത്തിലേക്ക് മാത്രമല്ല നിത്യതയിലേക്കും ഇത് അപ്പോൾ നിത്യതയോടുള്ള ബന്ധമാണ്. ഇത് അതാണ് ഏറ്റവും ലാഭകരമായിരിക്കുന്നത്. അത് ദൈവഭക്തിയാണെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. तो वो भक्ति जो है, शारीरिक अभ्यास जो है उसमें थोड़ा लाभ होता है, लेकिन जो भक्ति जो है वो बहुत समय का प्रयोजन की बात है, जिसकी वजह से हमें प्रतिज्ञा का जो जीवन है जिसका अनुभव हम कर सकते हैं वो केवल अभी के लिए नहीं बल्कि आने वाले समयों के लिए भी वो लाभ होता है करके पहला तिमोथी 4:8 में हमने पढ़ा. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ വചനങ്ങളും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കണ്ടല്ലോ. मैं सब वचनों को आप सब पढ़ाना नहीं चाहता. അപ്പോൾ നമ്മൾ വായിക്കേണ്ട ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാം. जो भागों को पढ़ना पड़ेगा तब मैं पढ़ाने बोलूंगा. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഭാഗങ്ങളാണ്. ये सब बातें हमने पहले से पढ़ा है, എങ്കിലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. लेकिन बस आप लोगों को याद दिलाने के लिए मैंने ये दोबारा पढ़ा. അപ്പോൾ ദൈവഭക്തി എന്നുള്ളത് ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്ന ജീവന്റെയും പ്രയോജനമുള്ളതാണ്. तो भक्ति यहोवा भक्ति जो है वो अभी के जीवन के लिए और आने वाले युग के लिए भी लाभदायक है. ഈ ഭക്തി എന്നുള്ളതിന് ദൈവത്തോടുള്ള ഭയം എന്നും എടുക്കാം. हाँ, ये भक्ति के विषय में हम लोग चाहिए तो परमेश्वर की ओर का भय ऐसा करके भी हम ले सकते हैं. അപ്പോൾ ദൈവത്തോടുള്ള ഭയം എപ്പോഴും നമ്മളെ ഭരിക്കണം. परमेश्वर की ओर का भय हमेशा हमें राज करना चाहिए हमारे ऊपर. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് സദൃശവാക്യം 28:14. हम लोग नीति वचन 28:14 में प्रोवर्ब्स 28:14 हम अच्छी तरह से जानते हैं. എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. हमेशा भय में जीने वाला व्यक्ति भाग्यशाली है, धन्य है. അപ്പോൾ എപ്പോഴും ഭയത്തോടിരിക്കണം. हमेशा उस भय के अवस्था में रहना है. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചു കാണും. സദൃശവാക്യം പ്രൊവേഴ്സ് ചാപ്റ്റർ 28:14. नीति वचन उसका 28:14 में सब लोगों को मिला होगा, मैं विश्वास करता हूँ. അപ്പോൾ എപ്പോഴും ദൈവ ഭയത്തോടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് നമ്മൾ ആദ്യ ഭാഗത്ത് കാണുന്നത്. हमेशा जो है धन्य है वो व्यक्ति जो हमेशा भय से जीता है. അപ്പോൾ നമുക്ക് നമ്മളിൽ ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ദൈവഭക്തി അല്ലെങ്കിൽ ദൈവഭയം. तो इसके लिए हमारे अंदर जो एक गुण जो प्रभु हमारे अंदर जो देखना चाहता है वो है यहोवा परमेश्वर का भय. കാരണം ഈ ദൈവഭയമുള്ള ഒരു വ്യക്തി എപ്പോഴും കർത്താവിനെ ബഹുമാനിക്കുകയും കർത്താവിനെ പൂർണ്ണമായും അനുസരിക്കുകയും ചെയ്യും. क्योंकि परमेश्वर में भक्ति रखने वाला व्यक्ति वो हमेशा परमेश्वर उपस्थिति में समर्पण करके जिएगा और आज्ञा का पालन करके जिएगा, सब वचनों को वो मानेगा. ഇപ്പോൾ പലരും ഈ കർത്താവിനെ അനുസരിക്കാതിരിക്കുന്നതിന് ഒരു കാരണം आज बहुत लोग प्रभु के वचनों को बात मानते नहीं है. उसका कारण क्या है? ദൈവഭയമില്ലെന്നുള്ളതാണ്. क्योंकि ये परमेश्वर का भय नहीं है. इसके लिए അതുകൊണ്ട് ദൈവം ചിലപ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ ചില പരീക്ഷകളൊക്കെ അയക്കാറുണ്ട്. इसकी वजह से परमेश्वर भक्तों के जीवन में परीक्षा लाता है. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണേ. इसलिए एक बात ध्यान से समझना. അപ്പോൾ ഈ ഭയമുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് പറയുന്ന എത്ര പ്രയാസമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാലും അത് നമ്മൾ ചെയ്യാൻ തയ്യാറാവും. तो हाँ, अगर भय यहोवा प्रभु के ऊपर अगर हमारा भय रहेगा तो प्रभु जो भी बातें बोलेगा कितना भी कठिन रहेगा
हम लोग करने के लिए तैयार रहेंगे। നമുക്കറിയാം, നമ്മള് അബ്രഹാമിന്റെ പരീക്ഷ നമുക്കറിയാം. हम लोग अब्राहम के विषय में जब परीक्षा आया वो हम देखते हैं। അപ്പോൾ ആ പരീക്ഷയിൽ അബ്രഹാം പൂർണ്ണമായും ദൈവത്തെ അനുസരിച്ചു. उस परीक्षा में हम देखते हैं कि अब्राहम पूरे रीति से परमेश्वर को भय मानकर माना। അവിടെ ദൈവം പറയുന്ന ഒരു സാക്ഷ്യം നിനക്കറിയാമോ? वहां पर परमेश्वर ने गवाही दिया। അതെന്താണെന്നറിയാമോ? वो क्या है? അത് ഉൽപ്പത്തി 22:12 നമുക്ക് കാണാൻ കഴിയും. वो उत्पत्ति 22:12 में हम पढ़ते हैं। जेनेसिस चैप्टर 22:12। നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതാ ദൈവത്തിന്റെ സാക്ഷ്യം. ദൈവം പറയാണ്, നീ നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായതുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. पढ़ेंगे उसका उत्पत्ति 22:12। उसने कहा, उस लड़के पर हाथ मत बढ़ा, हाँ। वरना उसे कुछ कर, क्योंकि तूने जो मुझसे अपने पुत्र वरन अपने एकलौते पुत्र को भी नहीं रख छोड़ा। इससे आप जान गया कि तू परमेश्वर का भय मानता है। हाँ, इससे आप जान गया है कि तू परमेश्वर का भय मानता है। കാരണം അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് തന്റെ ജീവിതത്തിലെ പ്രവൃത്തിയിലൂടെ അബ്രഹാം തെളിയിച്ചു. क्योंकि अब्राहम का जीवन में हम देखते हैं कि वो परमेश्वर से भय करता है, जिसकी वजह से वो परमेश्वर का बात को मानने तैयार है करके वो क्रिया के द्वारा उसने बताया। അപ്പോൾ ഇവിടെ ദൈവഭയവും ദൈവസ്നേഹവും ഒക്കെ കർത്താവിനെ അനുസരിക്കുന്നതിന് ആധാരമാണ്. इसके लिए परमेश्वर में भय रखना यानी कि परमेश्वर की बातों को मानना, आगे का पालन करना, ये सब भय में आधारित है। ഇത് ദൈവസ്നേഹത്തിന്റെയും ദൈവഭയത്തിന്റെയും ഒരു തെളിവാണ്. हाँ, ये परमेश्वर का प्रेम और परमेश्वर के भय में अधीन होने का एक सबूत भी है। Praise the Lord. Amen. ഇപ്പോൾ ഞാൻ അവിടെ ഒരുപാട് വിശദീകരിക്കുന്നില്ല. मैं उस पर ज्यादा बातें नहीं करना चाहता। എങ്കിലും നമ്മൾ അപ്പോൾ കണ്ട ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വീണ്ടും വരുത്താൻ ആഗ്രഹിക്കുന്നത് സദൃശ്യവാക്യം 23:17-18 വാക്യമാണ്. नीति वचन उसका 23वां अध्याय उसका 17 और 18 में। അപ്പോൾ ഞാൻ പറഞ്ഞു പോവുകയാണ്. Proverbs chapter 23 verse 17 and 18। നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. ഒരു സംശയമില്ലാതെ ഈ വചനം നമ്മളോട് കൃത്യമായിട്ട് പറയുകയാണ്, നീ എപ്പോഴും, വല്ലപ്പോഴും അല്ല, നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. तो वहां पर वो कहने का उद्देश्य यह है कि 17 और 18 का दोनों को मिलाकर वो वाक्य है, यदि अगर तू सदा परमेश्वर का भय मानते हुए ईर्ष्या के साथ, जलन के साथ अगर तू जिएगा तो तुझे इसके बाद तुझे एक प्रतिफल मिलेगा। അപ്പോൾ ഇത് നമുക്ക് നിത്യതയിൽ പ്രതിഫലത്തിന് വലിയ കാരണമാവുന്ന ഒരു കാര്യമാണ് ദൈവഭക്തി എന്നുള്ളത്. यानी कि परमेश्वर पे भय माना या परमेश्वर का भक्ति जो है आने वाले युग में, आने वाले समय में हमको प्रतिफल देगा। അപ്പോൾ ഞാൻ വിശുദ്ധന്മാരോട് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. इसके लिए मैं मेरे पवित्र लोगों से मैं कहना चाहता हूँ, अपना जीवन को परखो। ഒരു യഥാർത്ഥമായ ദൈവഭക്തിയുള്ള ഒരു ജീവിതമാണോ ഞാൻ നയിക്കുന്നത്? क्या एक सचमुच परमेश्वर को भय मानकर जीने वाला एक जीवन में जी रहा हूँ क्या? അങ്ങനെ ആണെങ്കിൽ നമ്മൾ നിശ്ചയമായി നിത്യതയിൽ വളരെയധികം ആനന്ദിപ്പാൻ, സന്തോഷിപ്പാൻ, അനുഗ്രഹിക്കപ്പെടേണ്ടതാവും. अगर ऐसा है तो अनंतता में हमें बहुत आनंद उठाने के लिए, उसमें बहुत उत्साह के साथ जीने के लिए हमको प्रोत्साहन मिलेगा, उसका कारण बनेंगे। ഒരു യഥാർത്ഥ ഭക്തനായി ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ദൈവം ഇടയാക്കട്ടെ. एक सच्चा भक्ति पूर्वक जीवन जीने के लिए मेरे सुनने वाले प्रियजन लोग सब लोग उसी के आधार पर जिए, ऐसा प्रभु को मैं विनती करता हूँ। Praise the Lord. Amen. ദൈവം നിങ്ങളെ അതിനായി ശക്തീകരിക്കട്ടെ. प्रभु उसके लिए आप सबको बलवंत करे। നിങ്ങൾ ആരും കപടഭക്തന്മാരാകാതെ യഥാർത്ഥ ഭക്തരായി ജീവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. आप सब लोग झूठा विश्वासी ना रहे या कपटी विश्वासी ना रहे, बल्कि एक सच्चा विश्वासी रहे जो परमेश्वर को भय मानकर जीने का अवस्था में बने रहने के लिए मैं प्रभु से विनती करता हूँ। അങ്ങനെയുള്ളവരെ ദൈവം സ്നേഹിക്കുന്നു. ऐसे लोगों से परमेश्वर प्रेम भी करता അവർ है നിത്യതയിലും ദൈവത്താൽ മാനിക്കപ്പെടും. और वो लोग अनंतता में भी प्रभु के साथ आदर पाएंगे। രണ്ടാമത് നമ്മൾ കണ്ടത് തിരുവെഴുത്ത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നുവെന്നാണ്. दूसरा हमने देखा, दूसरा लाभ हम देखता है कि परमेश्वर का वचन हमारे लिए लाभदायक है। അതിന് നമ്മൾ ആധാരമായിട്ട് വായിച്ചത് 2 തിമോത്തി 3:16-17 उसका आधार के लिए हमने दूसरा तिमोती 3 अध्याय उसका 16-17 हमने पढ़ा था। 2 तिमोती चैप्टर 3 verse 16-17 ഇപ്പോൾ നമ്മൾ വായിക്കുന്നില്ല. वो हम अभी नहीं पढ़ रहे। അപ്പോൾ അത് എന്തിനെല്ലാം ഉപകരിക്കുമെന്ന് അവിടെ 4 കൂട്ടം കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. और उधर 4 बातें हैं जो हम उधर उठा के कहता है, वो आप लोग जानते हैं। നമ്മുടെ ഉപദേശത്തിന്, वो हमारा उपदेश के लिए है, നമ്മുടെ ശാസനത്തിന്, वो हमारा समझाने के लिए, നമ്മുടെ ഗുണീകരണത്തിന്, हमारा सुधारने के लिए അത് നീതിയിലെ അഭ്യാസത്തിന്. और धर्म का शिक्षा के लिए। അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ഇത് വളരെ വിലപ്പെട്ടതാണ്. इस तरह ये 4 बातों के लिए प्रभु का वचन बहुत लाभदायक है। ഇത് പറഞ്ഞാൽ ഒരു ഭക്തനെ സിദ്ധനാക്കി തീർക്കുവാൻ ദൈവവചനമാണ് ദൈവം നമുക്ക് ആധാരമായി തന്നിരിക്കുന്നത്. यानी परमेश्वर का एक जन को, परमेश्वर का भक्त को सिद्ध बनाए, संपूर्ण बनाए, पूर्ण बनाने के लिए आधार है परमेश्वर का वचन। എന്റെ ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. हे परमेश्वर के बच्चे, हम लोग कितने भाग्यशाली लोग हैं। കാരണം നമുക്കറിയാവുന്ന ഭാഷയിൽ ദൈവത്തിന്റെ തിരുവചനം നമുക്ക് ദൈവം എത്തിച്ചു തന്നില്ലേ? हमें, क्योंकि हमें समझने वाला भाषा में परमेश्वर
परमेश्वर ने हमको वो वचन हमको दिया है। ഈ വചനത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? इस वचन का मूल्यता को हम समझते हैं क्या? ഈ വചനത്തിന്റെ മഹത്വം നമ്മൾ ये മനസ്സിലാക്കുന്നുണ്ടോ? वचन का महत्व को हम समझते हैं क्या? അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ വചനത്തെക്കാൾ പ്രിയമായ മറ്റൊന്നും ഉണ്ടാകില്ല. अगर ऐसा रहेगा तो ये वचन से प्रिय और कुछ भी नहीं है, ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. क्योंकि परमेश्वर का हृदय हमारे सामने खोल के रखा है। നമുക്ക് വേണ്ടി ഇതെല്ലാം ഈ വചനത്തിലുണ്ട്. हमारे लिए जो भी जरूरत की बातें हैं सब वचन में है। നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും कुछ भी अगर संदेह है तो നമ്മുടെ ഈ വചനത്തിലേക്ക് നോക്കിയാൽ മതി. हमें वचन की ओर देखना है। അതുകൊണ്ടാണ് നമ്മൾ യേശയ്യാ 34:16 വായിക്കുന്നത്. वो इसलिए हम लोग यशायाह 34 का 16 में हम पढ़ते हैं, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ അതിൽ എല്ലാം ഉണ്ട്, ഒന്നും കാണാതിരിക്കുന്നില്ല, എല്ലാത്തിനും ഇണയുണ്ട്. हाँ वहाँ पर देखते हैं कि यहोवा की पुस्तक में जो भी जरूरत की बातें हैं वो सब कुछ है, कोई बात की कमी नहीं है। നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും अगर कुछ भी बातें अगर जानना है तो നമുക്കറിയാം എല്ലാത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള സകല കാര്യങ്ങളെയും ഇത്ര കൃത്യമായി തന്നിരിക്കുന്ന മറ്റൊരു പുസ്തകം ഈ ലോകത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. सभी बातों का शुरुआत से लेकर अंत तक स्पष्ट रीति से लिखा हुआ और कोई भी ग्रंथ या कोई भी पुस्तक नहीं, सिर्फ परमेश्वर का वचन बाइबल में है। നമ്മൾ ചിന്തിക്കുക മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. अगर सब कोई पूछे कि मनुष्य कौन है, मनुष्य क्या है, तो उसका जवाब बाइबल में है। മനുഷ്യൻ എങ്ങനെ പാപിയായി തീർന്നു? मनुष्य किस रीति से पापी बना, മരണം എങ്ങനെ കടന്നു വന്നു? मृत्यु कैसा प्रवेश हुआ, മരണാനന്തര ജീവിതം എന്താണ്? मृत्यु के बाद जीवन है क्या, മനുഷ്യന്റെ നിത്യത എവിടെ? मनुष्य का अनंतता है क्या, वो किधर रहेगा, ദൈവം എന്താണ്? परमेश्वर कौन है, ദൈവത്തെ എങ്ങനെ അറിയാം? परमेश्वर को कैसा जानेंगे। എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം. सब बातें परमेश्वर का वचन में लिखा है। ഈ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നു? ये संसार को अभी क्या होगा, പ്രിയമുള്ളവരെ, ഇതെല്ലാം ദൈവവചനത്തിൽ എല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ये सब प्रभु का वचन में स्पष्ट रीति से लिखा हुआ है। നിങ്ങൾക്ക് എന്തറിയണമോ നിങ്ങൾ തിരുവചനത്തിലേക്ക് നോക്കിയാൽ അതിന്റെ ഉത്തരം കൃത്യമായി കിട്ടും. कुछ भी अगर आपको जानना है तो उसका उत्तर के लिए प्रभु का वचन में प्रवेश करो, आपको उत्तर मिल जाएगा। ഒരു വിധത്തിൽ പറഞ്ഞാൽ എല്ലാത്തിന്റെ ഉത്തരം കർത്താവായ യേശുക്രിസ്തുവാണ്. यानी कि एक अर्थ से अगर कहा जाए तो सब बात का उत्तर है प्रभु यीशु मसीह। Praise the Lord. Amen. കർത്താവിന് ഉത്തരമില്ലാത്ത ഒന്നുമില്ല. प्रभु में कोई भी सवाल का जवाब नहीं है, ऐसा हो ही नहीं सकता। അപ്പോൾ ഈ വിശുദ്ധ പുസ്തകം വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ആ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. पवित्र शास्त्र जिसको अगर प्रकट करके देता है वो है प्रभु यीशु मसीह। ഒരു വിധത്തിൽ നമ്മൾ ഈ വചനത്തെ നമ്മൾ സംഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വീണുപോയ മനുഷ്യനും വീണ്ടെടുപ്പുകാരനായ ദൈവം എന്നുള്ളതാണ്. हाँ, अगर एक अर्थ से अगर संक्षेप रीति में अगर पूरा बाइबल को अगर हम पढ़ेंगे तो उसका अभ्यास के द्वारा हमें एक बात समझ में आता है, ये बाइबल हमें क्या सिखाता है। गिरा हुआ मनुष्य का अवस्था और परिस्थिति और उसको छुटकारा देने के लिए, बचाने के लिए आया हुआ उसको मुक्तिदाता प्रभु यीशु मसीह। നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? आप लोगों को बात समझ में आ रहा है क्या? വീണുപോയ മനുഷ്യൻ, जो गिरा हुआ मनुष्य വീണ്ടെടുക്കുന്ന ദൈവം, और उसको वापस मुक्ति देकर उसको छुड़ाने वाला मनुष्य प्रभु। എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. कितना आशीषित बात है प्रियो। ഈ ലോകത്ത് നമുക്ക് എവിടെയെങ്കിലും ഇതൊന്ന് കണ്ടെത്താൻ കഴിയുമോ? क्या संसार में और कोई भी पुस्तक या ग्रंथ में या संसार में किधर भी ये बातों को हमें समझ में दे सकता है क्या? പാപിയായ മനുഷ്യനെ ഉദ്ധരിക്കുവാൻ മറ്റൊരു മാർഗമില്ല പ്രിയമുള്ളവരെ. पापी मनुष्य को उद्धार देने के लिए, बचाने के लिए कोई भी मार्ग नहीं है, ദൈവത്തിനല്ലാതെ മറ്റാർക്കും മനുഷ്യനെ ഉദ്ധരിക്കാൻ കഴിയില്ല. क्योंकि परमेश्वर के अलावा मनुष्य को उद्धार देने के लिए किसी को भी नहीं हो सकता। വീണുപോയ പാപത്തിൽ നിബന്ധിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ മറ്റൊരു മാർഗമില്ല പ്രിയമുള്ളവരെ. पाप में गिरा हुआ, पाप में दबा हुआ, पाप का अवस्थे में फंसा हुआ मनुष्य को उस दलदल से बचाने के लिए कोई भी मनुष्य बचा नहीं सकता। നമുക്കറിയാം ഈ മതങ്ങളെല്ലാം ഉണ്ടായത് ദൈവത്തെ അന്വേഷിച്ചാണ്. देखो ये सारा धर्म जो शुरू हुआ है परमेश्वर को खोजते हुआ है, എന്നാൽ യഥാർത്ഥ ദൈവം മനുഷ്യനെ തേടി വരികയായി. लेकिन सच्चा प्रभु ने क्या किया, वो मनुष्य को ढूंढते आया, बचाने के लिए आया। മനുഷ്യന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. मनुष्य का अवस्था क्या है हम जानते हैं, അതൊരു തെറ്റിപ്പോയ ആടിനെ പോലെയാണ്. वो एक भटके हुए भेड़ के समान है। ആ ആട് തന്റെ ഇടയനെ അന്വേഷിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും ഇടയനോട് അടുക്കത്തില്ല, ഇടയനിൽ നിന്നും ദൂരത്ത് അകന്നു പോകത്തേ ഉള്ളൂ. एक भेड़ कभी, एक भटका हुआ भेड़ कभी भी उसका चरवाहा को ढूंढने के लिए निकलेगा तो वो चरवाहा कभी ढूंढ नहीं पाएगा, बल्कि और भटकते रहेगा, ഒരിക്കലും അതിന് ഇടയനെ കണ്ടെത്താൻ കഴിയില്ല. और वो कभी भी अपना चरवाहा को ढूंढ नहीं पाएगा। എന്നാൽ അതാണ് ഇന്ന് മനുഷ്യൻ ഈ മതങ്ങളിലൂടെ എല്ലാം ദൈവത്തെ അന്വേഷിക്കുന്നതോറും ദൈവത്തിന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. इसलिए आज देखो ना, सारा मनुष्य अपना धर्म से वो लोग परमेश्वर को खोजने के लिए कोशिश कर रहे हैं, लेकिन परमेश्वर से दूर होते जा रहे हैं। ഒരു വിവിധ വഴികൾ, വിവിധ മാർഗങ്ങൾ അതിനു വേണ്ടിയിട്ട് അവർ അവലംബിക്കുന്നു. वो लोग खुद ही अलग अलग रास्ता वो लोग बनाकर परमेश्वर को ढूंढने निकल रहे हैं, ഇതിനവർക്ക് കഴിയുന്നില്ല, लेकिन वो नहीं हो पाएगा, കഴിയുകയുമില്ല. असंभव है वो बात, യഥാർത്ഥത്തിൽ ദൈവം നമ്മളെ തേടി വന്നു. क्योंकि सच्चाई ये है कि परमेश्वर हमें ढूंढते हुए आया। ഓ, അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. ऐसा महान परमेश्वर के बारे में पवित्र शास्त्र में हम पढ़ते हैं। അങ്ങനെ തേടി വരുന്ന ആ നല്ല കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു. ऐसा ढूंढते हुए आया हुआ प्रभु यीशु मसीह का वो व्यक्ति है प्रभु यीशु मसीह। അപ്പോൾ തിരുവചനത്തിൽ മുഴുവൻ കർത്താവ് ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക. इस तरह वचन में पूरा रीति में प्रभु ने अपने आप को प्रकट किया है। അപ്പോൾ അതുകൊണ്ടാണ്
അതുകൊണ്ടാണ് 119:18 ദാവീദ് പറയുന്നത്, നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. इसलिए 119:18 में हम पढ़ते समय में Psalms 119 वर्स 18 में कहता है कि हे प्रभु, तेरा वचन में लिखा हुआ अद्भुत बातों को देखने के लिए मेरा आंखों को ज्योति दो. ഞാൻ എല്ലാ വചനങ്ങളും നിങ്ങളോട് വായിപ്പിക്കണ്ടല്ലോ, सभी वचनों को पढ़ाना नहीं चाहिए, ऐसा मैं विश्वास करता हूँ, കാരണം നമുക്ക് വിഷയത്തിലേക്ക് പോകണമല്ലോ. क्योंकि हम लोग को डायरेक्ट विषय में जाना है ना. എങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. आप लोग नोट कर लेना. നമ്മൾ പറഞ്ഞു പോവുകയാണ്. मैं फटाक से बोलते जा रहा हूँ. वचन संहिता 119:18. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, इसलिए हम जरा सोचिए, मनन करें. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കും. अगर हम वचन के द्वारा प्रभु के अद्भुत बातों को देखने के लिए अगर हमारे आंखें खुल गया तो हमारा परमेश्वर की ओर का भरोसा और बढ़ जाएगा. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ സമ്മതിക്കുന്നതാണ്. विश्वास का मतलब क्या है? वचन में जो बातें लिखा है उसको वैसा ही मानना है विश्वास. തിരുവചനത്തിൽ ഒരു തെറ്റുമില്ല കേട്ടോ. वचन में कोई बातें गलत नहीं है, ദൈവത്തിന്റെ വചനമാണ്, क्योंकि वो परमेश्वर का वचन है. ദൈവം അരുളി ചെയ്ത കാര്യങ്ങളാണ്. परमेश्वर ने बोला हुआ वचन है. എത്ര നല്ല ശ്രേഷ്ഠമായ വചനം, कितना भला और श्रेष्ठ वचन है वो. ഈ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? इस वचन को क्या करना है? മുറുകെ പിടിക്കണം, थामे रहना है. ഞാൻ നിങ്ങളെ ഓർപ്പിച്ചല്ലോ, ഫിലദൽഫിയ സഭയുടെ ഏറ്റവും വലിയ നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ഉം 10-ഉം വാക്യം വായിക്കുമ്പോൾ हम लोग फिलडेल्फिया के विषय में अगर हम पढ़ते समय में प्रकटीकरण का पुस्तक 3 का 8 और 10 में रेवलेशन चैप्टर 3 वर्स 8 and 10 അവിടെ നമ്മൾ വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? उधर हम इस रीति से हम पढ़ते हैं. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. तू भले ही थोड़ा देर सामर्थ्य है, लेकिन तूने फिर भी मेरा वचन को थामे रखा. സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തു. धीरज का वचन को तूने थामे रखा. കർത്താവ് തുടരെ തുടരെ പറയുന്ന കാര്യമാണ്. प्रभु ये बार बार फिलडेल्फिया मंडली को कहता है, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്ത് ചെയ്തു? നീ എന്റെ വചനം കാത്തു. तुझे थोड़ा ही बल था फिर भी तूने वचन को संभाला. ഇത് സഹിഷ്ണുതയെ കുറിച്ചുള്ള വചനമാണ്. और 10वां वाक्य में हम पढ़ते हैं कि धीरज का वचन है ये, അത് നീ കാത്തു. उसे भी तू संभाला. ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ നൽകുന്ന വചനങ്ങൾ നിങ്ങൾ കാക്കണം കേട്ടോ. इसके लिए प्रिय, आपको मिलने वाला जो भी वचन है उसको संभाले रखना, पकड़े रखना है. നിങ്ങൾ ഈ വചനം നിങ്ങൾക്ക് നഷ്ടമാകാനിടയാകില്ല. ये वचन खोना नहीं चाहिए. ഈ വചനം നിങ്ങൾ ഒഴുകി പോകരുതേ. ये वचन आप में व्यर्थ रीति से भयकर ना जाए. ഈ വചനം നിങ്ങൾ പിടിച്ചുകൊള്ളുക. ये वचन को आप थामे रहना. വചനത്തെ പിടിക്കുന്നവനെ ദൈവം പിടിക്കും. जो वचन को थामेगा प्रभु उसको पकड़ेगा. എത്ര അനുഗ്രഹിക്കേണ്ട കാര്യമാണ്. कितना आशीषित बात है प्रियो. അപ്പോൾ ഈ തിരുവെഴുത്തുകളെ നമ്മള് നമുക്ക് മാർഗദർശനം നൽകുന്നു. ഈ തിരുവെഴുത്തുകൾ നമ്മളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്നു. ഇത് നമുക്ക് നിത്യത്തിലേക്ക് പ്രയോജനമുള്ളതാണ്. तो ये वचन जो है हमें मार्गदर्शन देता है, हमें रास्ता दिखाता है, वो हमें सिद्ध करता है और हमें अनंतता तक पहुंचाता है. ഈ വചനം കേട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നിത്യത്തിലേക്ക് വലിയ അനുഗ്രഹം കൂട്ടിവെക്കുക. अगर ये वचन को मानकर उसकी इच्छा के अनुसार अगर हम जिएंगे और करेंगे, हम लोग अनंतता में बहुत बड़ा धन को इकट्ठा कर रहे हैं. നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കാണുകയുണ്ടായി. उसके विषय में बहुत बातों को हमने देखा. ഞാൻ ഇനി അങ്ങോട്ട് ഒരുപാട് വിശദീകരിക്കാൻ പോകുന്നില്ല. इसलिए उसके गहराइयों में मैं नहीं जा रहा. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ आगे हम पढ़ते हैं. നമ്മൾ മൂന്നാമത്തെ കണ്ടത് സത്പ്രവൃത്തി എന്നുള്ളതാണ്. तीसरा बात है हमने देखा भला कार्य. അപ്പോൾ സത്പ്രവൃത്തികൾ നമുക്ക് എന്താണ്? വളരെ പ്രയോജനമുള്ളതാണ്. भला कार्य जो है हमारे लिए बहुत लाभदायक है. അപ്പോൾ നമ്മുടെ സത്പ്രവൃത്തികളിൽ നമ്മൾ ഇപ്പോഴും വ്യാപൃതരായിരിക്കണം. हम लोग भला कार्य में हमेशा हमें आगे रहना है. നാം ഒരിക്കലും രക്ഷിക്കപ്പെട്ടത് നമ്മുടെ പ്രവൃത്തികളല്ല. हम लोग कभी भी उद्धार पाए भला कार्य के द्वारा नहीं है, നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. क्योंकि हम लोग अनुग्रह से ही हम लोग उद्धार पाए हैं. എന്നാൽ രക്ഷിക്കപ്പെട്ടവർ लेकिन जो उद्धार पाए हुए लोग हैं, അവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം. वो लोग भले कार्य के लिए हमेशा उत्साह में रहे. അപ്പോൾ നമുക്ക് നമ്മുടെ സത്പ്രവൃത്തികളിൽ പ്രകാരമുണ്ട്. हमारा भला कार्य कितने प्रकार के हैं? നമ്മൾ നമ്മുടെ സത്പ്രവൃത്തികളിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് യൗവനം കാണാൻ കഴിയും. हमारा भले कार्य को विषय में अगर देखा जाए तो वो किस रीति से हमने किया है, क्योंकि हमारे जीवन में परखेंगे तो कैसा रहेगा. നമ്മള് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായല്ലോ, നമ്മൾ ഇന്നലെ കാണുകയുണ്ടായി. हमने एक बात देखा. പിന്നെ ആരാണ്? തബീതയെ കുറിച്ച്. तबीते के बारे में हमने देखा था. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 9:36 വാക്യം വായിച്ചതാണ്. हम लोग प्रेरितों का कार्य 9:36 में, Acts 9:36 में हमने तबीता के बारे में पढ़ा था. അവൾ വളരെ സത്പ്രവർത്തികളും ദാനധർമ്മങ്ങളും ചെയ്തു പോകുന്നവളായിരുന്നു. वो बहुत ही भला कर्म और दान देती थी. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൾ വളരെ സത്പ്രവർത്തികൾ ചെയ്യുന്നവളായിരുന്നു. और ये बात लिखा हुआ है कि वो बहुत भला कार्य करती थी. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകം വിട്ട് പോകുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നേടിയ മറ്റുള്ള ഭൗതികമായതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ചെയ്ത സത്പ്രവർത്തികൾ അത് നമ്മളെ പിൻപറ്റും. इसलिए है प्रियो, इस दुनिया में जो भी बातें हमने कमाया है, ये दुनिया का कोई भी बात हम मरने के बाद उस युग में लेकर जा नहीं सकता. लेकिन हमने जो भला कार्य प्रभु के नाम में किया है, वो सब बड़ा कार्य हमारे पीछे आएगा. അപ്പോൾ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്പ്രവർത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാ, വീണ്ടും ജനിക്കപ്പെട്ടവരാ. इसके लिए हमें आवश्यक बात समझना है, हमें भला कार्य करने के लिए हमें
सिरजा गया है, हमारा नया जन्म मिलने का उद्देश्य ही यही है कि भला कार्य करने के लिए। ചിലപ്പോൾ ഇന്നത്തെ ലോകം സൽപ്രവർത്തികൾ ചെയ്താൽ ചിലപ്പോൾ അവിടെയും നമുക്ക് ചിലപ്പോൾ ദൂഷണങ്ങൾ കേൾക്കേണ്ടി വരും. शायद ये संसार एक ऐसा हम लोग ऐसा समय में जी रहे हैं कि दुनिया में अगर भला कार्य करेंगे तो भी लोग हमारे खिलाफ बुरा बुरा ही बोलते हैं. നമ്മൾ ശ്രദ്ധിക്കണേ. लेकिन ऐसा समय में ध्यान रखना प्रियो, എനിക്ക് അങ്ങനെയുള്ളവരെ അറിയാം. मैं ऐसा लोगों को मैं जानता हूँ. വളരെ കർത്താവിന് വേണ്ടി വളരെ ജ്വലിച്ച് പ്രശോഭിക്കുന്ന പലരെയും എനിക്കറിയാം. प्रभु के लिए बहुत उत्तेजना से तीक्ष्णता से कार्य करने वाले लोगों को मैं जानता हूँ. എന്നാൽ അവരെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അവരുടെ ആത്മീയ ജീവിതത്തിൽ വീഴ്ചയുണ്ടായി. लेकिन उनका भला कार्य को देखकर भी वो लोग हमेशा बुरा भला बोलकर उनको एकदम निराश कर दुखी करने का अवस्था में लेकर आता है. അത് അവിശ്വാസികളല്ല വിശ്വാസികൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് അവരെ വീഴ്ചു. और ये विश्वासियों अविश्वासियों का बात मैं नहीं कर रहा, विश्वासी लोग ही आपस में वो भाई को वो लोग निंदा करके उसका बुरा भला बोलकर उसको विश्वास में गिरा दिया. പ്രിയമുള്ളവരെ, ഇത് ഏത് കാലഘട്ടത്തിലുണ്ട്? क्योंकि हे प्रियो, ये हर समय में ये होने वाली बात है. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടർച്ച സംഭവിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. तो इसके लिए अगर प्रभु के वचनों को अगर हम सही रीति से अगर समझ के अगर जानेंगे तो बिना ठोकर पूर्वक हम लोग आगे बढ़ पाएंगे. നമുക്കറിയാം, കർത്താവിന് പറയുകയുണ്ടായി മത്തായി 11:6 हाँ, प्रभु ने स्वयं ये बात कहा था मत्ती का सुसमाचार 11:6 में, मैथ्यू चैप्टर 11:6. എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. धन्य है वे लोग जो मुझ पर ठोकर नहीं खाता. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണെന്നറിയാമോ? कितना आशीषित वचन है प्रियो. ദൈവമക്കളെ, നമ്മൾ ഒരിക്കലും കർത്താവിൽ സംശയിക്കരുത്. इसलिए प्रभु हम लोग कभी भी प्रभु पे हम लोग संदेह ना करें, നമ്മൾ കർത്താവിനുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസം ഉറയ്ക്കണം. क्योंकि हमें हमेशा प्रभु के विश्वास में हमें मजबूत रहना है और गहराई में जाना है. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, मैं आप लोग को एक बात याद दिलाना चाहता हूँ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന യഥാർത്ഥ ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതികൂലവും നമ്മളെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ വേണ്ടി, क्योंकि विश्वासी के जीवन में जो भी प्रतिकूल या परिस्थिति आता है वो सभी विश्वासियों को मसीह में मजबूत करने के लिए है. Praise the Lord. Amen. ഒരിക്കലും അവന് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഭയപ്പെടുകയാട്ടെ പതറുകയാട്ടെ ചെയ്യില്ല, ഇടറുകയാട്ടെ ചെയ്യത്തില്ല. क्योंकि परिस्थिति जब उसके विरुद्ध आते समय में कभी भी वो घबराएगा नहीं, कभी भी वो दुखी नहीं होगा, कभी भी वो गिरेगा नहीं, कभी भी ठोकर नहीं खाएगा. പലരും ഇടറിയിട്ടുണ്ട്. लेकिन बहुत लोग ठोकर खाते हैं. നമുക്ക് യോഹന്നാൻ ഇടറിയായിട്ട് കാണാൻ പറ്റും. യോഹन्ना बपतिस्मा देने वाले के विषय में देखते उसने ठोकर खाया. ശിഷ്യന്മാരൊക്കെ പലരും ഇടറിയിട്ടുണ്ട്. चेले लोग में भी बहुत लोग ठोकर खाए. എന്നാൽ ഞാൻ പറയട്ടെ, लेकिन मैं कहना चाहता हूँ, ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന വിശുദ്ധന്മാരിൽ ആരും അവർക്ക് ആർക്കും ഇടർച്ച സംഭവിക്കില്ല. लेकिन इसके लिए अंत समय में हम जो जीने वाले पवित्र जनों को मैं कहना चाहता हूँ कि आप लोग कोई भी ठोकर ना खाए. നമുക്കറിയാം, കർത്താവിനോടുള്ള ബന്ധത്തിൽ നല്ല പ്രവർത്തികൾ ചെയ്തവരെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാൻ हाँ, ആഗ്രഹിക്കുന്നു. मैं एक घटना आपको याद दिलाना चाहता हूँ जहाँ पर एक प्रभु का दास ने भला भला कार्य किया, लेकिन लोगों ने उसके खिलाफ बुरा बुरा बातें कहा. എന്താണെന്നറിയാമോ? वो कौन था? നമുക്കറിയാം, കർത്താവിന്റെ അന്ത്യസമയത്തിന് അടുത്ത് വന്നപ്പോൾ हम जानते हैं कि प्रभु का जब अंतिम समय नजदीक आ रहा था, കർത്താവ് ബെഥനിയായിലെ കുഷ്ഠരോഗിയായ ഒരു ശിമോന്റെ വീട്ടിലിരിക്കുമ്പോൾ हम जानते हैं कि प्रभु वहां पर बेथनी में एक कुष्ठरोगी के घर पे शिमोन के घर पे था. നമുക്കറിയാം, അവിടെ ലാസറിന്റെ സഹോദരിയായ മറിയം കുറച്ച് നല്ല തൈലം കൊണ്ടുവന്ന് കർത്താവിന്റെ തലയിൽ ഒഴിച്ചു. वहां पर हम देखते हैं कि वो मरियम जो है उसने क्या किया, एक इत्र खुशबूदार इत्र लेकर आया, प्रभु के ऊपर उंडेला. നമുക്ക് മത്തായി 26:7 വാക്യത്തിൽ വായിക്കാൻ കഴിയും. मत्ती का पुस्तक उसका 26 का 7 में हम पढ़ते हैं, मैथ्यू 26:7. അവിടെ ഒരു സ്ത്രീ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീ കർത്താവിന്റെ ലാസറിന്റെ സഹോദരിയായ മറിയാണ്. हाँ, हम जानते हैं कि वहां पर 26 का 7 में पढ़ते समय, मैथ्यू 26:7 में पढ़ते समय में वहां पर एक स्त्री बोला है, लेकिन हम जानते हैं कि वो लाजरस का बहन मरियम है. കാരണം നമുക്കറിയാം, നമ്മള് മർക്കോസിന്റെ സുവിശേഷം 14:9 വരെ, क्योंकि मरकुस का सुसमाचार उसका 14 अध्याय उसका 3 से 9 जब पढ़ते समय में, നമ്മൾ യോഹന്നാൻ 12:5-8 വരെ, और यूहन्ना 12:5 से 8 सब पढ़ते समय में, ഈ സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ये सब जगहों को हम जब पढ़ते हैं, ഈ സംഭവത്തിന്റെ ഒരു നല്ല വിശദീകരണം നമുക്ക് ലഭിക്കും. ये सब बातों का एक और स्पष्ट वर्णन मरकुस और यूहन्ना में हम पढ़ते हैं. അപ്പോൾ അത് ചെയ്തത് മറിയാണ്. और वो किया था कौन था? मरियम ने. നമുക്കറിയാം, മറിയത്തിന്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. मरियम का स्वभाव को हम जानते हैं ना. മറിയം എപ്പോഴും നല്ല അംശം തിരഞ്ഞെടുക്കുന്ന ആളാ. मरियम हमेशा अच्छा भाग को ही चुनती है. അപ്പൊ ഈ കംപ്ലൈന്റ് മറിയത്തിന് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള കാര്യം. इसके लिए शिकायत सुनना हमेशा उसको एक अनुभव की बात थी. കാരണം നമുക്കറിയാം, സ്വന്തം സഹോദരി മാർത്ത വന്ന് ഒരുപാട് കംപ്ലൈന്റ് പറയായിരുന്നു. क्योंकि हम जानते हैं ना, जब मरियम प्रभु का वचन को सुनने के लिए आती थी तो उसका खुद का बहन मार्ता आकर शिकायत करती थी. എങ്കിലും മറിയത്തിന് കംപ്ലൈന്റ് ഇല്ലോട്ടോ. लेकिन मरियम को कभी भी शिकायत नहीं था, കാരണം അവൾ കർത്താവിനെ കേൾക്കുന്നവളാ. क्योंकि वो प्रभु को सुनने वाली स्त्री है. ഇവിടെ കർത്താവിനെ കേൾക്കുന്നവർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടായി. प्रियो, जो प्रभु का बातों को सुनता है उसको कभी कोई शिकायत
शिकायत नहीं आएगा। ഇന്ന് എന്തുകൊണ്ടാണ് പലർക്കും കംപ്ലൈന്റ് അറിയാം? आज लोगों को शिकायत क्यों है? അവര് യഥാർത്ഥത്തിൽ കർത്താവിനെ കേൾക്കുന്നില്ല. क्योंकि वो लोग वास्तव में प्रभु को नहीं सुन रहे। അവര് കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ഒരു അനുഭവം അവർക്കില്ല. वो लोग प्रभु के चरणों में बैठकर प्रभु के मुंह से आया हुआ वचनों को सुनने का सब उनके पास मन नहीं है। കർത്താവിന്റെ കൂട്ടായ്മ അവർ ആഴത്തിൽ അനുഭവിക്കുന്നില്ല. प्रभु का संगति और सहभागिता को गहराई से जानने उनको नहीं हो रहा। ഇന്ന് നമുക്കറിയാം അനേക വിശ്വാസികൾ പലപ്പോഴും പലരെ കുറിച്ചും കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുക. आज हम देखते हैं ना, बहुत से विश्वासी लोग दूसरे विश्वासियों के बारे में शिकायत करते रहते हैं। ദൈവമക്കളെ, ഈ കംപ്ലൈന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിർത്ത്. ए प्रियो, इस तरह का शिकायत करने वाला बातों को आप लोग रोक लो। നിങ്ങളൊന്ന് അല്പം കർത്താവിനെ കേൾക്കാൻ പഠിക്കുക. आप थोड़ा समय के लिए प्रभु क्या उस वो समय में कहना चाहते हैं वो सुनो। നമ്മള് ഇസ്രായേൽ മക്കളെ പോലെ നമ്മൾ പിറുപിറുക്കുന്നവരാകരുത്. हम लोग इसराइल के समान कुड़कुड़ाने जैसा ना स्वभाव बने। നമുക്ക് അങ്ങനെയുള്ള ആ സ്വഭാവങ്ങളിലേക്ക് നമ്മൾ പോകാൻ ഇടയുള്ളത് കൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ആ കാര്യം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. हाँ, ऐसा स्वभाव में हम भी प्रवेश कर सकते हैं। इसलिए 1 कोरिन्थी 10वां अध्याय में जो भी बातें लिखा है हमारा उपदेश के लिए है, हमारा फायदे के लिए करके वहां पर लिखा है 1 कोरिन्थियंस चैप्टर 10 में। നിങ്ങൾക്കറിയാമല്ലോ, ഞാനെല്ലാം വായിപ്പിക്കണ്ടല്ലോ. आप लोग वो जानते हैं, इसके लिए मैं पढ़ाता नहीं हूँ। അതിന്റെ 5-ാം വാക്യവും 11-ാം വാക്യവും നിങ്ങൾ എടുത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുക. हाँ, खास उठा के 1 कोरिन्थियंस चैप्टर 10 वर्स 5 और 11 जब पढ़ते हैं, 1 कोरिन्थी 10वां अध्याय उसका 5 और वाक्य 11 पढ़ेंगे तो खास वहां पर उठा के कहता है ये सब बातें हमारा गुड के लिए लिखा गया है। ഈ അന്ത്യകാലത്ത് താമസിക്കുന്ന നമുക്ക് ഒരു ശക്തമായ മുന്നറിയിപ്പാണ്. हाँ, ये अंत समय में हम जो जी रहे हैं हमारे लिए ये सारा वचन हमारा चेतावनी के लिए है। ഇന്നും ഏതെങ്കിലും പരിഭവ മനോഭാവത്തോടു കൂടി കർത്താവിനെ കേൾക്കുന്നുവെങ്കിൽ ദൈവമക്കളെ ഞാൻ പറയട്ടെ, നിങ്ങൾ അതിൽ നിന്ന് മാനസാന്തരപ്പെടണം. इसके लिए अगर कोई भी रीति का कठोर मन से या दुखी मन से अगर हम प्रभु का वचन सुन रहे हैं तो वो परिस्थिति से हटकर आप वचन सुनना। ചിലപ്പോൾ നിങ്ങൾ മറ്റാരെങ്കിലും നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ദോഷം പറഞ്ഞത് കേട്ടുകൊണ്ടായിരിക്കാം. शायद आप लोगों के बारे में किसी ने कुछ बुरा भला कहा होगा, इसलिए आप दुख हुए रहेंगे। ദൈവമക്കളെ, നിങ്ങൾ പ്രയാസപ്പെടണ്ട. लेकिन प्रियो, ऐसा दुखी ना होए कभी, ഇത് ആദ്യം പോലെ ഉള്ള കാര്യമാണ്. क्योंकि ये पहला समय से शुरू हुआ एक बात है, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. इसलिए आप लोग दुखी ना हो। നിങ്ങൾ കർത്താവിൽ നിങ്ങൾ സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ സൽപ്രവൃത്തികളിൽ തന്നെ തുടരുക. आमीन। प्रभु ने आपको भले कार्य के लिए सृजा है तो उस भले काम में ही आप बने रहो। Praise the Lord. आमीन। കാരണം നമുക്കറിയാം നമ്മൾ ക്രിസ്തുവിലാണെന്ന്. क्योंकि आप लोग जानते हैं ना, हम मसीह में हैं। അപ്പോൾ നമുക്ക് അവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം ഉണ്ടാകാൻ പാടില്ല. इसके लिए हमारा परिस्थिति, बाहर का परिस्थिति कैसा है देखकर हमारा अंदर का शांति टूटना नहीं चाहिए। കൈസാ ദേശ് കൈസാ വേഷ് അങ്ങനെയല്ല നമ്മള്. जैसा देश में जिस देश में हम जी रहे हैं वैसा हमारा भेष है, वैसा नहीं। നമുക്ക് കൃത്യമായ വ്യവസ്ഥയുണ്ട്. हमको सही रीति से प्रभु ने प्रमाण दिया है। നമുക്ക് ദൈവത്തിന്റെ വചനം നമുക്കുണ്ട്. हमको प्रभु का वचन हमको मिला है। കർത്താവിന്റെ കൂട്ടായ്മയുണ്ട്. प्रभु का संगति हमारे पास है। അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് നോക്കിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. आमीन। इसलिए हर एक बातों में प्रभु का वचन इस विषय में क्या कहता है वो बात को मानकर चलने वाले लोग हैं सच्चा विश्वासी। അപ്പൊ ഇവിടെ മറിയം എന്ത് ചെയ്തു? इधर मरियम ने क्या किया? അവള് ഈ വിലയേറിയ ഈ എണ്ണ കൊണ്ടുവന്ന് ഓയിൽ കൊണ്ടുവന്ന് കർത്താവിന്റെ തലയിൽ ഒഴിച്ചു. उसने एकदम सुगंधित तेल लेकर आकर प्रभु के सिर में डाला। അപ്പൊ ഇത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരും വീട്ടുകാരൊന്നും അല്ല. तो ये सब देखने वाले उसके बस्ती वाले या गांव वाले लोग ने नहीं कहा। അവിടെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് ശിഷ്യന്മാർ അത് കണ്ടിട്ട് മുഷിഞ്ഞു. കണ്ടോ, അവര് മുഷിഞ്ഞു. वाक्य 8 में हम पढ़ते हैं मत्ती का सुसमाचार, मैथ्यू चैप्टर 26 वर्स 8 में हम पढ़ते हैं कि विश्वासी लोग, ये चेले लोग ने ये बात देखकर वो लोग एकदम दुखी हुआ। അവിടെയുള്ള നാട്ടുകാരും അല്ല, उधर के गांव वाले लोग नहीं, മറ്റു വീട്ടുകാരല്ല, उधर के घर वाले नहीं, അവിടെ കൂടിയിരുന്ന മറ്റേതെങ്കിലും ആൾക്കാരല്ല, और उधर के कोई भी उधर इधर के लोग नहीं, ഇവിടെ ശിഷ്യന്മാരാ മുഷിഞ്ഞ്. उधर का सारे चेले लोग। हम देखते क्या हुआ उनका अवस्था। നോക്കണേ, കർത്താവിന്റെ ഹിതപ്രകാരം ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പം നമ്മുടെ സഹോദരന്മാരൊക്കെ മുഷിച്ചെന്ന് വന്നേക്കാം. हाँ, यानी कि क्या प्रभु के लिए कोई भला कार्य करते समय में शायद हमारा मसीह के दूसरे भाई लोग वो लोग देखकर वो लोग ईर्ष्या में आ जाते हैं। അവർ ചിലപ്പോൾ ഒരുപാട് കമന്റ്സ് പറയുന്നു വരാം. और वो लोग क्या करेंगे, बहुत से बातें वो लोग कुड़कुड़ाने लगेंगे। देखो उसने ऐसा किया वैसा किया बोलकर कुड़कुड़ाने लगेंगे। നമ്മളതൊന്നും വലിയ ഗൗരവമായി എടുക്കേണ്ടത്. लेकिन अगर हमने भला कार्य किया है तो उन लोग का वो सब बातों को हम लोग ध्यान नहीं देना है। അതൊക്കെ അവരുടെ അജ്ഞതയാണ്. ദൈവം ക്ഷമിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിന് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്തോത്രം ചെയ്യണം. क्योंकि इसके लिए हमें क्या है, हे प्रभु ये उन लोग से बहुत बड़ा भूल हुआ है, उन लोग ने अनजानपन पे किया, उन लोग नहीं जानते उन लोग क्या किया है बोलकर प्रभु उनको क्षमा करने के लिए, उनको बोध देने, अक्ल देने के लिए, समझ देने के लिए प्रार्थना करना है। നാം ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ കണ്ടിട്ട് ആ പ്രവൃത്തി അത് ദൈവത്തിനാണോ ഇല്ലയോ എന്ന് നമ്മൾ വിധിക്കാനായിട്ട് നമുക്കൊരു അധികാരമില്ല. इसके लिए कोई एक आदमी कार्य करते समय में वो कार्य को देखकर अरे ये परमेश्वर की इच्छा से है क्या नहीं बोलकर इस तरह का न्याय करने का अधिकार हमारे पास नहीं है। നമുക്ക് ഓരോ വിശ്വാസികളെയും ദൈവം വിവിധ നിലയിലായിരിക്കും ഉപയോഗിക്കുന്നത്. क्योंकि हर एक
एक विश्वासियों को प्रभु अलग अलग परिस्थितियों से अलग अलग जरिया से इस्तेमाल करता है। ഇവിടെ ഇതാ ഒരു നല്ല കർത്താവിന്റെ ദാസി ഇവിടെ ചെയ്തതെന്താണ്? അവൾ കർത്താവിന്റെ തലയിൽ എണ്ണ ഒഴിച്ചു. इधर भी हम क्या देखते हैं, प्रभु का ये दासी ने क्या किया, उसने प्रभु के सिर पर उसने सुगंधित तेल डाला। അപ്പോൾ അവിടെ ശിഷ്യന്മാർ അവിടെ മുഷിഞ്ഞു. और चेले लोग क्या हो गए, वो लोग एकदम घृणित हो गए, वो लोग निराश हो गए। എന്നിട്ട് അവര് പറയാണ്, ഈ വെറും ചെലവ് എന്തിന്? तो वो लोग कहते हैं कि इस तरह का फालतू खर्चा क्यों किया? ഇത് വളരെ വിലയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു. इस मूल्यवान चीज को बेच दिया होता तो दरिद्रों को दे सकता था। അപ്പൊ നമുക്കറിയാം അതിന്റെ വില പ്രത്യേകിച്ചും 12 യോഹന്നാൻ 12 अध्यायത്തിൽ പറഞ്ഞിട്ടുണ്ട്. उसका दाम कितना है करके यूहन्ना 12 में हम पढ़ते हैं, जॉन चैप्टर 12 300 വെള്ളിക്കാശിന് കൊടുക്കാനാണ് 12:5 പറയുന്നത്. 12 का 5 में हम पढ़ते हैं कि वो 300 दिनारी में उसको गरीबों में बांट सकता था करके जॉन 12:5 में हम पढ़ते हैं। നമുക്കറിയാം അപ്പൊ ഒരു വെള്ളിക്കാശ് എന്നുള്ള ഒരു ദിവസത്തെ വേതനമാണ്. हाँ, एक दिनारी बोला तो एक दिन का मजदूरी है। നമ്മൾ മത്തായി 22 വായിക്കുന്നുണ്ട്. हम लोग मत्ती 20 का 2 में, मैथ्यू चैप्टर 20 वर्स 2 में हम पढ़ते हैं। ഞാൻ എല്ലാം വായിപ്പിക്കുന്നില്ല, वो सब मैं नहीं पढ़ा था, നിങ്ങൾ എഴുതി എടുക്കുക. आप सब लोग लिख लेना। അപ്പോൾ ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു പിറുപിറുക്കുന്നത്. तो यहाँ पर चेले लोग क्या आपस में कुड़कुड़ा रहे हैं, क्या वो लोग शिकायत कर रहे हैं, अरे ये जो सुगंधित तेल है उसको 300 दिनारी में लेकर गरीबों में बांट सकती थी करके ऐसा शिकायत कर रहे हैं। അപ്പോൾ അതിന്റെ ലീഡർ മിക്കവാറും ഇസ്കറിയോത്ത യൂദ ആയിരിക്കാം. उसका जो प्रधान व्यक्ति कौन था? यूदास इस्करियोत था। ഇസ്കറിയോത്ത യൂദാവിലായിരിക്കും ചിലപ്പോൾ ഈ ചിന്ത ഉണ്ടായി, ഇങ്ങനെ ഒരു കമന്റ്സ് വരാനിടയായത് ആദ്യത്തിൽ. क्योंकि सबसे शुरुआत में जो ये शिकायत करने का, ये कुड़कुड़ाने का इच्छा पहला किसके अंदर आया? मैं विश्वास करता हूँ यूदास इस्करियोत में था। കാരണം അവന്റെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. क्योंकि यहाँ पर യോഹन्ना का सुसमाचार 12 अध्याय में उसका नाम उठाकर कहा है, കാരണം അവനത് പറയാനൊരു കാരണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. क्योंकि उसका कारण है करके हम पढ़ते हैं। ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞതെന്നാ. യോഹन्ना का सुसमाचार 12 का 6, गॉस्पेल ऑफ जॉन चैप्टर 12 वर्स 6 में हम पढ़ते हैं कि वो दरिद्र के बारे में चिंतित नहीं था, बल्कि वो एक स्वयं चोर था और पैसे का धन का पौती से वो पैसा चुराता था और वो धन का पैसा उसके हाथ में रहता था और उसमें से वो पैसा चुराता था। അപ്പോൾ നമ്മൾ ചിന്തിക്കണേ, അപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന കമന്റ്സ് അല്ല, അതിന്റെ പിന്നിൽ ചില ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും. यानी कि हम लोग जब कुड़कुड़ा दूसरों का कुड़कुड़ा सुनाने समय में वो व्यक्ति के अंदर कोई बुरा उद्देश्य है, इसके लिए ऐसा कर रहा है। ചിലപ്പോൾ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയായിരിക്കും. शायद दूसरों को निंदा करके नीचे गिराने के लिए हो सकता है। നമ്മളൊരു ഇന്ന് ഏതെല്ലാം രീതിയിൽ ആത്മീയ കോളത്തില് യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെ എങ്ങനെയെങ്കിലും താഴ്ത്തി കാണിക്കാൻ എത്രയെല്ലാം വില്ലന്മാരെ എഴുന്നേറ്റിട്ടുണ്ട്. हे प्रियो, आज कितने कितने दुष्ट लोग खड़े हो गए हैं, जो प्रभु के लोग, जो प्रभु के लिए पूर्ण सच्चा मन से सेवा करने वाले लोगों का कार्य देखकर ये दुष्ट लोग उनके खिलाफ बुरा बुरा बातें बोलकर, कुड़कुड़ा कर, शिकायत कर कर उनका आत्मिकता को बुझाने देखते हैं। നോക്കണം, മറിയയോട് വളരെ ആത്മപ്രേരണയോടെ വളരെ സന്തോഷത്തിലാണ് ചെയ്തത്. आमीन। देखो मरियम का ये देखो स्वभाव, देखो आत्मा के बोझ से, आनंद से वो कर रही थी। എന്നാൽ ഇവിടെ ഇതാ പെട്ടെന്ന് അതിന് ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെ അതിന് എതിർപ്പുകൾ വരിക. लेकिन यूदास ने क्या किया, यानी कि बाकी लोगों ने क्या किया, एक बहुत बड़ा लहर जोर से हवा जैसा आता है, आंधी तूफान जैसा आकर हमें गिराता है, वैसा आंधी तूफान जैसा शिकायतें आने लगा। കാരണം നമുക്കറിയാം അവിടെ ഈ നല്ല പ്രവൃത്തി കഴിഞ്ഞപ്പോൾ അവിടെ വേദനിപ്പിക്കത്തക്ക നിലയിലാണ് ഇവിടെ കമന്റ്സ് വന്നത്. क्योंकि जब लोगों ने जब शिकायत, चेले लोग जब शिकायत करते समय में वो मरियम का हृदय में ठेस पहुंचने वाला, दुख लाने वाला बातें वो लोग करने लगे। കാരണം അതിന്റെ 10-ാം വാക്യം വായിച്ചാൽ അത് കർത്താവിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വെളിപ്പെടും. പിന്നെ മത്തായി 26:10. हाँ, वो मत्ती का सुसमाचार उसका 26 का 10 में हम पढ़ते हैं। मैथ्यू चैप्टर 26 वर्स 10 में जब हम पढ़ते समय में प्रभु जब उत्तर देते समय में ही मालूम पड़ता है कि चेले लोग बहुत बुरा भला करने लगे थे। അവരോട് യേശു പറയാണ്, प्रभु यीशु उनसे कहता है, യേശു അത് അറിഞ്ഞ് അവരോട്, സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത് എന്ത്? സ്ത്രീയെ എന്തിനു നിങ്ങൾ അസഹ്യപ്പെടുത്തുന്നു? तो उसमें वो कहता है कि तुम स्त्री को तुम क्यों दुखी देते हो? നമ്മൾ ചിന്തിക്കണം, അവളെ അവർ അസഹ്യപ്പെടുത്തുകയാണ്. यानी कि वो स्त्री को वो लोग दुखी दे रहे थे। നമ്മൾ ചിന്തിക്കാൻ പ്രിയമുള്ളവരെ, അത് എത്ര ഭയങ്കരമായ കാര്യമാണ്. देखो इस रीति से अगर प्रभु अगर जवाब देना पड़ रहा है तो मतलब जरा सोचो क्या परिस्थिति हुआ रहेगा उधर। അവളുടെ ഹൃദയത്തെ അവരെല്ലാവരും വേദനിപ്പിക്കുകയാണ്. यानी कि उसका हृदय को वो लोग सब ठेस पहुंचा रहे थे। അവൾ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ് അവർ അതിനെ ചിത്രീകരിക്കുന്നത്. यानी कि ये स्त्री ने कोई बहुत बड़ा गुनाह कर दिया, ऐसा वो लोग देख रहे थे। എന്നാൽ
ദൈവം എന്താണ് പറഞ്ഞത്? लेकिन प्रभु ने क्या कहा? കർത്താവ് പറഞ്ഞു കേട്ടോ, प्रभु ने क्या कहा? അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. वो मुझ पर एक भला कार्य किया है उसने. Praise the Lord. उसका 10वां वाक्य में हम पढ़ते हैं कि वो एक भला कार्य उसने किया. നിങ്ങൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, आप जरा सोचिए प्रियो, നമ്മള് ദൈവം ഒരു പ്രവൃത്തിയെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതേ നമ്മൾ നോക്കണ്ടേ. क्योंकि हमारे एक बात हमेशा ध्यान में रखना है, प्रभु इस विषय में क्या गवाही देता है वही बात हमारा गवाही और खुशी का कारण होना चाहिए. प्रभु क्या कहता है? നമ്മൾ ചിന്തിക്കുക, കർത്താവ് പറയാണ്, प्रभु कहता है അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. वो मुझ पर एक भला कार्य किया है. പ്രിയമുള്ളവരെ, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് ദൈവം എന്ത് പറയുന്നു നമ്മൾ നോക്കേണ്ടത്. ലോകക്കാർ പറയുന്നത് വിട്. हाँ, तो उसमें देखो वो कहती है कि वो मेरे लिए भला कार्य किया है करके जो प्रभु ने गवाही दिया उस गवाही को हमें मानना है. संसार क्यों कहता है उसको नहीं सुनना है. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ശുശ്രൂഷയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടരാണോ? क्या आज आप लोग अपना आत्मिक जीवन का जो सेवा जब आप करते समय में उस पे आप लोग खुश है क्या? നിങ്ങളുടെ മനസാക്ഷി നിങ്ങളോട് എന്ത് സാക്ഷ്യം പറയുന്നു? आपका विवेक आपको क्या गवाही देता है? നിങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തികളിൽ വ്യാപൃതരാണോ? क्या आप लोग मसीह आपको जो मसीह को प्रसन्न करने वाला कार्यों में आप लोग उत्तेजना से कर रहे हैं क्या? Praise the Lord. Praise the Lord. എന്റെ കർത്താവ് എന്റെ ജീവിതത്തെ കുറിച്ച് എന്ത് സാക്ഷ്യം പറയുന്നു मेरा प्रभु मेरे गवाही की मेरे जीवन का विषय में क्या गवाही देता है? എന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ആത്മാവിൽ സന്തോഷവാനായിരിക്കാൻ കഴിയുന്നുണ്ടോ? क्या आज मुझे आत्मा में आनंद पूर्वक जीने हो पा रहा है क्या? അപ്പോൾ കർത്താവ് പറയാണ്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. प्रभु गवाही दिया कि वो मेरे विषय में भला कार्य किया. നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, മറ്റുള്ളവരൊക്കെ എന്തെല്ലാം ദോഷം പറഞ്ഞാലും കർത്താവ് പറഞ്ഞതാണ്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. देखो बाकी लोग ने उसके विषय में इतना बुरा भला कहा, लेकिन मैथ्यू 26:10 मत्ती 26:10 में प्रभु कहता है वो मेरे लिए एक भला कार्य किया. എന്നിട്ട് കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് കൊടുത്തു. और फिर और एक तारीफ का बात प्रभु कहता है, അതെന്താ അറിയോ? वो क्या है? അവിടെ നമ്മള് മർക്കോസ് 14 അധ്യായം അതിന്റെ 7 വാക്യം ശ്രദ്ധിച്ച 7-8 വാക്യം ശ്രദ്ധിച്ചാൽ मरकोस का सुसमाचार उसका 14 अध्याय 7 और 8 में, मार्क चैप्टर 14 वर्स 7 and 8 അവിടെ വായിക്കുന്നത് അറിയോ? उधर एक हम पढ़ते हैं അതിന്റെ 8 വാക്യം, उसका 8वां वाक्य, मार्क चैप्टर 14 वर्स 8. അവൾ തന്നാൽ ആവ് ചെയ്തു. वो उसने खुद से उससे जो हो सकता था उसने वो किया. ആ പ്രയോഗം ശ്രദ്ധിക്കണം. देखो उधर क्या लिखा है, അവൾ തന്നാൽ ആവത് ചെയ്തു. उससे जो हो सकता था उसने वो किया. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കഴിവിന്റെ മാക്സിമം ആയിരിക്കണം. आमीन. मतलब क्या है, हमें प्रभु ने जितना भी काबिलता दिया है वो काबिलता का पूरा बल से हमें करना है, जितना हो सके उतना करना है. അതിന്റെ അർത്ഥം മറിയ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി തന്റെ കഴിവിന്റെ പരമാവധി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവൾ ചെയ്തു. പക്ഷെ അവൾ അത് ചെയ്തപ്പോഴും അവൾക്ക് ലോകം കൊടുത്തത് നിന്ദയും പരിഹാസമായിരുന്നു. तो वो जो कुछ कर सकती थी वो उसने किया करके, वो जब वो करते समय में वो अपने पूरा बल से पूरा सामर्थ्य से उसने खुशी से वो किया, लेकिन संसार ने उसको इज्जत नहीं दिया. എന്നിട്ട് കർത്താവ് ഒരു വലിയ സർട്ടിഫിക്കറ്റ് കൊടുത്തു. और प्रभु उस पर तारीफ करता है. അതെന്താണെന്ന് അറിയാമോ? वो क्या है? നോക്കണം, നമ്മൾ 2000 വർഷങ്ങൾക്ക് ശേഷം ആ സംഭവം എടുത്ത് ഇപ്പോൾ നമ്മൾ പറയുക. देखो 2000 साल हो गया वो घटना होकर, लेकिन आज भी वो बात का गवाही हम लोग दे रहे हैं. കാരണം മറിയ ചെയ്ത എത്ര നല്ല കാര്യമാണ്. क्योंकि मरियम ने क्या किया? ഒരു 9 മർക്കോസ് 14:9 പറയാണ്, वही मरकोस का सुसमाचार 14 का 9 में, मार्क चैप्टर 14 वर्स 9. സുവിശേഷം ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടുന്നിട്ടെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. जहाँ पर भी सुसमाचार प्रचार किया जाएगा वो सब ये स्त्री ने किया बात को याद किया जाएगा. Praise the Lord. आमीन. ഞാനൊരു കാര്യം പറയട്ടെ. इसलिए एक बात मैं कहना चाहता हूँ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞ എത്രയെല്ലാം കാര്യങ്ങളുണ്ട്. इसके लिए प्रियो मैं एक सवाल पूछना चाहता हूँ, आपके जीवन में प्रभु के लिए जो जो भला कार्य किया हुआ बातें आपको अच्छी तरह से याद है? നമ്മള് സൽപ്രവർത്തിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. क्योंकि हम लोग भले कर्म के लिए सिरजे हुए लोग हैं. അങ്ങനെ ആ പ്രവൃത്തികൾ നമുക്ക് നിത്യത്തിലേക്ക് നമുക്ക് തന്നെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ വലിയൊരു നന്മ നമ്മൾ ഒരുക്കുകയാണ്. मतलब वो ये भला कार्य हम जब करते समय में हम हमारे लिए एक लाभ का बातें होने के लिए हम लोग इकट्ठा कर रहे हैं. നമ്മുടെ സൽപ്രവർത്തികളിൽ നമ്മൾ വർദ്ധിക്കുന്നില്ല എങ്കിൽ, अगर हम भले कर्मों में अगर हम बढ़ नहीं रहे तो നമുക്ക് ആ വിവാഹ ദിനത്തിൽ ലഭിക്കുന്ന വസ്ത്രം അത് അത്ര തേജസ്സുള്ളതായിരിക്കും. तो विवाह के दिन हमको मिलने वाला वस्त्र वो उतना महिमाशाली नहीं रहेगा. നമ്മളൊരു വിവാഹത്തിൽ ഒരുങ്ങുകയാണ്. हम लोग सब लोग एक विवाह के लिए तैयार हो रहे हैं. നമ്മൾ കർത്താവിന്റെ മണവാട്ടിയാണ്. हम लोग प्रभु के दुल्हन है. ഒരു സ്വർഗത്തിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. क्योंकि स्वर्ग में एक विवाह हो रहा है. അപ്പോൾ അവന്റെ കാന്തയ്ക്ക് അന്ന് മനോഹരമായ ഒരു വസ്ത്രം ലഭിക്കും. उसका दुल्हन को मलमल वाला महिमा का वस्त्र मिलेगा. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, आप लोग को याद रहेगा. വെളിപ്പാട് 19-ന്റെ 8-ാം വാക്യം ഞാൻ വായിക്കാം. रेवलेशन 19:7, प्रकटीकरण 19 का 7, सॉरी 8, प्रकट रेवलेशन 19:8. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു.
ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. तो उसको एक खास विशेष मलमल और शुद्ध और चमकने वाला मलमल वस्त्र पहनने का उसको भागीदार मिला, और ये वस्त्र विश्वासियों का, पवित्र जनों का धार्मिकता का कार्य है. അപ്പോൾ ഈ നീതി പ്രവർത്തികൾ എന്ന് പറയുന്നത് സൽപ്രവർത്തികളുടെ ഭാഗം തന്നെയാണ്. यस यस, ये धार्मिकता का कार्य यानी कि भला कार्य का दूसरा अर्थ है ये. Praise the Lord. Amen. അപ്പോൾ നമ്മുടെ പ്രവർത്തികളെല്ലാം നമ്മള് വാസ്തവത്തിൽ ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് വേണ്ടിയുള്ള ആ വിശേഷ വസ്ത്രം നമ്മൾ നെയ്തുകൊണ്ടിരിക്കുക. यानी कि हम जब भी भला कार्य करते समय में हमारे लिए खास वो शुद्ध और चमकदार वो महिमा का मलमल वाला वस्त्र को हम वापस हम लोग सिला रहे हैं वो वस्त्रों को. Praise the Lord. Amen. വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം. बहुत ही आशीषित बात है ये. നമ്മള് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നോക്കിയാൽ अगर आज में हमारे जीवन का कार्यों का अगर हम देखें तो കർത്താവിൽ നിന്നും പ്രതിഫലം പ്രാപിക്കത്തക്ക നിലവാരമുള്ള പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? क्या प्रभु की ओर से तारीफ मिल सके या प्रभु की ओर से भलाई की बातें सुनने का एक अवसर, उस रीति का कार्य, भला कार्य कर रहे हैं क्या? കാരണം നമ്മുടെ കർത്താവ് വേഗം വരുന്നു. क्योंकि हमारा प्रभु बहुत जल्दी आने वाला है. നമുക്കിനി എത്ര സമയം കിട്ടും നമുക്ക് അറിഞ്ഞുകൂടാ. अभी कितना समय हमारे पास है हम नहीं जानते, എന്നാൽ ഒരു കാര്യം ഓർക്കുക, लेकिन एक बात याद रखना, ദൈവത്തിന്റെ വാഗ്ദത്തം, परमेश्वर का प्रतिज्ञा, കർത്താവ് വേഗം വരുന്നു. प्रभु जल्दी आएगा. നമ്മള് വെളിപ്പാട് 22:12 വായിക്കുന്ന ഇങ്ങനെയാണ്, प्रकटीकरण 22 का 12 में, रेवलेशन चैप्टर 22 वर्स 12, ഇതാ ഞാൻ വേഗം വരുന്നു, देखो मैं जल्दी आ रहा हूँ, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. एक एक लोगों को अपने क्रिया के अनुसार प्रतिफल देने के लिए प्रतिफल मेरे हाथ में है. കർത്താവ് പറയുകയാണ്, प्रभु कहता है ഞാൻ വേഗം വരുന്നു. मैं बहुत जल्दी आ रहा हूँ. അപ്പോൾ നമുക്ക് ഇനി വന്നു കഴിഞ്ഞിട്ട് പിന്നെ പ്രവർത്തിക്കാനായിട്ട് അവസരം. अभी प्रभु आने के बाद फिर क्रिया करने के लिए मौका नहीं है. Amen. എന്നാൽ ഇപ്പോൾ നമുക്ക് അവസരമുണ്ട്. लेकिन अभी हमको मौका है. ഈ സമയങ്ങൾ നമ്മൾ ആ കാര്യങ്ങളിൽ വളരെ 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 നമ്മൾ ഉത്സുകരായിരിക്കണം. ये समय हमें जो भी मिलता है प्रभु का बल के विषय में भला कार्य करने के लिए बहुत उत्साह के साथ हम करें. അതുകൊണ്ട് നമുക്ക് സൽപ്രവർത്തികളിൽ വർദ്ധിച്ചു വരാം. इसके लिए आओ हम लोग भले कार्य में बढ़ते रहे. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. प्रभु हम सबको इस विषय में हमें सहायता करे. നിങ്ങൾക്ക് അതിൽ നിശ്ചയമായും ആഴമായ പ്രകാശം ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. और मेरा खास प्रार्थना यही है कि इस विषय में आप सब लोगों को और प्रकटीकरण मिलने के लिए मैं प्रार्थना करता हूँ. ഇനി ഞാൻ നാലാമത് നിങ്ങളോട് പ്രയോജനമുള്ള ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, अभी मैं एक चौथा बात है जो लाभ की बात है वो बात मैं बताना चाहता हूँ. ഇത് വളരെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. और ये बहुत ही मूल्यवान बात है, കാരണം ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കട്ടെ. क्योंकि एक बात मैं याद दिलाना चाहता हूँ. ഇതിന്റെ പ്രാധാന്യത വിശുദ്ധന്മാർ വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. इसका मूल्यता सभी पवित्र जन लोग बहुत ही गहराई से समझना चाहिए. കാരണം ഇന്ന് അനേക വിശുദ്ധന്മാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. क्योंकि बहुत से विश्वासी लोगों को जो खो बैठते हैं, जो नुकसान हो जाते हैं, उस विषय में हम लोग अभी बात करने वाले हैं. എന്നാൽ പൗലോസ്ലീഹ ഇതിനെ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗമായിട്ടാണ് പറയുന്നത്. लेकिन पौलुस उसको सबसे श्रेष्ठ मार्ग है करके पौलुस कहता है. ഞാൻ പിന്നെ കാരണം നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ചും 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ हम लोग खास रूप में पहला कोरिन्थी का 12 अध्याय, 13 अध्याय और 14 अध्याय जब हम पढ़ते हैं, അവിടെ അധികവും നമുക്ക് കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല ഒരു അധ്യായങ്ങൾ അവിടെ तो കാണാം. वहाँ पर आत्मा का वरदान के बारे में, आत्मा का दान के वरदान के विषय में एक अच्छा बातें वहाँ पर लिखा गया है. എന്നാൽ 12-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലും ഈ രണ്ട് അധ്യായത്തിലും വരദാനങ്ങളെ കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുകയാണ്. और खास रूप में 12वां अध्याय और 14वां अध्याय, 1 कोरिन्थी चैप्टर 12 एंड 14 जब हम पढ़ते समय में ये दोनों अध्यायों में ज्यादा भी करके आत्मा का वरदान के बारे में बोला है. എന്നാൽ 13-ാം അധ്യായം അതിന് ഇടയ്ക്ക് വെച്ചിരിക്കുക. लेकिन 12 और 14 के बीच में है वो 13 अध्याय. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ ബ്രെഡ് കഴിക്കുമ്പോൾ ബ്രെഡിന്റെ മധ്യത്തില് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഇച്ചിരി നമ്മള് സോസും സാൻഡ്വിച്ചൊക്കെ ഇടും, അല്ലെങ്കിൽ ചിലതിനകത്ത് നമ്മള് ജാം ഇടും. ജാം ഇതുപോലെ ജാം. ഈ ജാം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഈ ചില പിന്നെ അഡ്വർടൈസ്മെന്റ് കാണാലോ, ആന പിടിച്ച് വലിച്ചാലും വിടിയല ഒട്ടിക്കുന്ന അതിനെന്നാ പറയുന്നത്, ഫെവിക്കോളിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? देखो तो अगर आप लोग जो ब्रेड जब लोग खाते समय में, तो सैंडविच बनाते समय में क्या करते हैं, 2 ब्रेड को लेकर उसके बीच में जो भी आप डालते हैं जिसके वजह से वो दोनों ब्रेड चिपका रहते हैं, कभी कभी जैम रहेगा, सॉस रहेगा, कोई भी भाजी रहेगी, उसको हम ये करते हैं. उसी तरह यानी कोई फेविकॉल का एडवर्टाइजमेंट देखता रहेगा तो हम देखते हैं, पहला एक एडवर्टाइज ऐसा आता था, 2 लकड़ियों को फेविकॉल से जोड़ता था, उधर इधर हाथी को लेकर उसको खींचने के लिए बोलता था, लेकिन वो निकल नहीं पाता, एकदम मजबूत जोड़ था, वो फेविकॉल का एड ऐसा निकलता था. അപ്പോൾ ഈ നമ്മള് ബ്രെഡ് കഴിക്കുമ്പോൾ ആ ബ്രെഡിനേക്കാളും ടേസ്റ്റ് അതിന് ഉള്ളിൽ ആ നടുക്കിരിക്കുന്ന
സാധനത്തിൽ ആ ടേസ്റ്റ് അതാ അവിടെയാണ് നമ്മൾ ടേസ്റ്റ് പിടിക്കുന്നത്. देखो अभी जब आप सैंडविच जब हम खाते हैं समय में उसके अंदर रखा हुआ जो चीज रहेगा, बीच में रखा हुआ चीज, उसमें ज्यादा स्वाद रहता है. वो स्वाद ब्रेड का स्वाद को भी बढ़ाता है. അതുപോലെ തന്നെ മറ്റൊരർത്ഥത്തിൽ ഈ നടുക്കിരിക്കുന്നതിന്റെ ഗുണം കൊണ്ട് വേർപെടുത്തില്ല. और दूसरा एक खास बात क्या है कि क्योंकि ये बीच में ऐसा रखने की वजह से उसका आजू बाजू दोनों भाग टूटता नहीं, गिरता नहीं, चिपका ही रहता है. അപ്പൊ ഈ കൃപാവരങ്ങളെക്കാളൊക്കെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഇടയ്ക്കൊണ്ട് വെച്ചിരിക്കുന്നത്. Amen. वही हमने 12वां अध्याय और 14वां अध्याय में जो आत्मा का वरदान के बारे में बोला है, उसके बीच में रखा हुआ बात है ज्यादा मूल्यता. അതൊന്ന് നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ, अगर वो बात को अगर अच्छी रीति से समझेंगे तो ഇത് നമുക്ക് ഉള്ളിലുണ്ടെങ്കിൽ, ये अगर हमारे अंदर रहेगा तो ആ സഭ അല്ലെങ്കിൽ ആ വ്യക്തിയെ പോലെ ദൈവത്തിന് സന്തോഷമുള്ള മറ്റൊരു വ്യക്തിയില്ല. तो फिर वो कलीसिया में या फिर वो व्यक्ति जिस रीति से प्रभु के लिए उपयोगी होगा और आनंद पूर्वक होगा, वो उस दुनिया में और कोई नहीं रहेगा. അതുകൊണ്ട് പൗലോസ്ലീഹ ഈ മാർഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് നമ്മള് 1 കൊരിന്ത്യർ 12:31 അവസാനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും. ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ കാണിച്ചു തരാന്ന്. उसीलिए पहला कोरिन्थी 12 अध्याय उसका 31 में 1 कोरिन्थियंस चैप्टर 12 वर्स 31 जब पढ़ते समय में उसका आखिरी भाग में लिखा है कि अभी मैं तुमको उत्तम रास्ता मैं दिखाता हूँ. അപ്പോൾ നമുക്ക് അതിശ്രേഷ്ഠമായതുകൊണ്ട് അതിജാഗ്രതയോടെ അതിശ്രദ്ധയോടെ മനസ്സിരുത്തി നമ്മൾ ഈ കാര്യം പഠിക്കണം. इसके लिए ये अति उत्तम जो रास्ता जो बात अगर समझना है तो उतना ज्यादा ध्यान देते हुए, ज्यादा मनन करते हुए, ज्यादा गहराई से अगर हमें उसमें मन लगाकर हम प्रवेश करेंगे. കാരണം ഇതിനേക്കാളും അത്യുത്തമമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. क्योंकि इससे भी सबसे बड़ा उत्तम मार्ग और कुछ भी नहीं है. Praise the Lord. അപ്പോൾ ആ കാര്യം ആണ് സ്നേഹം എന്നുള്ളത്. वो बात है प्रेम. Praise the Lord. Amen. ദൈവമക്കളെ, ഈ സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എത്രയെല്ലാം ക്ലാസ്സുകൾ നടത്തിയാലും അത് വളരെ പരിമിതമാണ്. प्रियो, इस प्रेम के विषय में कितना भी क्लास लेकर अगर मैं आप लोगों को बताऊंगा, वो क्लास कम पढ़ने वाला है. वो एक छोटा बात ही रहेगा, मैंने बताया होगा. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് ആധാരമായിട്ട് ഇപ്പൊ എടുക്കുന്നത് 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. और अभी इस प्रेम के विषय में जो आधार के लिए हम जो वाक्य लेने वाले हैं, 13 अध्याय का 3रा वाक्य है. 1 कोरिन्थियंस चैप्टर 13 वर्स 3. അവിടെ വായിക്കുന്നത്, എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. പ്രയോജനമുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു പ്രയോജനവുമില്ല എന്തില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ. तो यहाँ पर देखो, यदि मैं अपना संपूर्ण संपत्ति अगर कंगालों को दे दूं या मैं अपना देह को भी अगर जलाने के लिए दे दूं और लेकिन प्रेम न रखूं तो मुझ में कुछ भी लाभ नहीं. देखो, हम लाभ की बातें हम देख रहे हैं तो कुछ भी लाभ नहीं है. किस बात पर? यदि प्रेम नहीं रहेगा तो कुछ भी लाभ नहीं है. നമ്മളിത് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. तो ये बात हमें बहुत ही गहराई से समझने वाला बात है. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? इससे हम क्या समझ सकते हैं? നമ്മുടെ ദാനധർമ്മങ്ങളെക്കാളും, हम जो दान देते हैं, നമ്മുടെ സ്വയത്യാഗത്തെക്കാളും, हम लोग जो स्वयं रीति से जो त्याग करने के लिए भी तैयार है, നമ്മുടെ അന്യഭാഷകളെക്കാളും, हम लोग जो अन्य भाषा बोलते हैं, നമ്മുടെ പ്രവചനങ്ങളെക്കാളും, हमारा भविष्यवाणियों से भी ശ്രേഷ്ഠ വരമാണ് സ്നേഹം. सबसे श्रेष्ठ, सबसे खास जो जो रास्ता है या वर है प्रेम. നമുക്ക് അതിന്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. हाँ, उसका वर्णन के लिए कोई एक जन पहला कोरिन्थी उसका 13 अध्याय 1 से 3 पढ़ेंगे. 1 कोरिन्थियंस चैप्टर 13 वर्स 1 to 3. यदि मैं मनुष्य और स्वर्गदूत की बोलियां बोलूं और प्रेम न रखूं तो मैं उठनठनाता हुआ पीतल और चंचलाती हुई छाछ हूं. और यदि मैं भविष्यवाणी कर सकूं और सब गणितों को और सब प्रकार के ज्ञान को समझूं और मुझमें यहाँ तक पूरा विश्वास हो कि मैं पहाड़ों को हटा दूं, परंतु प्रेम न रखूं तो मैं कुछ भी नहीं. यदि मैं अपनी संपूर्ण संपत्ति कंगालों को खिला दूं या अपनी देह जलाने के लिए दे दूं और प्रेम न रखूं तो मुझे कुछ भी लाभ नहीं. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, तो यहाँ पर हम जो एक बहुत बड़ा सच्चाई को जो हम देखते हैं, നമ്മള് ദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും ദൂതന്മാരുടെ ഭാഷകളൊന്നും ആരും സംസാരിക്കുന്നില്ല. देखो, यदि अगर हम लोग स्वर्गदूतों के भी भाषा बोली अगर बोले तो वास्तव में स्वर्गदूतों का बोली कोई मनुष्य बोल नहीं सकता. നമുക്കറിയാം, സ്വർഗദൂതന്മാര് മനുഷ്യരോട് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി. क्योंकि स्वर्गदूत लोग जब मनुष्यों से आके जब बात किया, सभी मनुष्य समझ गए थे क्या बोल रहे हैं करके. അപ്പോൾ ഇവിടെ അത് ഒരു ഉദാഹരണമായിട്ട്
കാര്യങ്ങൾ പറഞ്ഞതേ. लेकिन ये एक उदाहरण के लिए, एक नमूना देने के लिए, बताने के, समझाने का बात के लिए बता रहा है. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, लेकिन एक बात हमें समझना है, എല്ലാ അന്യഭാഷകളെക്കാളും, सभी अन्य भाषाओं से भी, എല്ലാ പ്രവചനങ്ങളെക്കാളും, सभी भविष्यवाणियों से भी, എല്ലാ ദാനധർമ്മങ്ങളെക്കാളും, सभी दान धर्म से भी, എല്ലാം നമ്മുടെ സ്വയത്യാഗത്തെക്കാളും, हमारा कोई भी स्वयं कुर्बानी या त्याग हम देंगे तो भी, എല്ലാറ്റിലും വലുതാണ് സ്നേഹമെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ആ സ്നേഹത്തിൽ മാത്രമേ പ്രയോജനമുള്ളൂ. हाँ, ये सभी बातों से भी सबसे बड़ा बात, सबसे मूल्यवान बात, सबसे बड़ा टिकने वाला बात, ये सबसे बड़ा लाभ की बात है प्रेम. वो ये 3 वाक्यों में पौलुस उठाकर कहना चाहता है. ഞാൻ ഒരു കാര്യം നിങ്ങൾ ഓർപ്പിക്കാം. मैं एक और बात याद दिलाना चाहता हूँ. സ്നേഹത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. प्रेम को तुलना करने के लिए कोई बात नहीं है प्रियो. നമുക്കറിയാം, ഈ എല്ലാം പറഞ്ഞു വരുമ്പോഴും അവസാനം അതിന്റെ 13 വായിക്കുന്ന ഇങ്ങനെയാണ്. 13 का 13 जब हम पढ़ते समय में, वही पहला कोरिन्थी 13, फर्स्ट कोरिन्थी चैप्टर 13 वर्स 13 में आखिरी में हम पढ़ते हैं, പ്രത്യാശ, വിശ്വാസം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ हाँ, हम लोग पहला कोरिन्थी उसका 13 अध्याय, उसका 13 वाक्य जरा पढ़ेंगे. पर अब विश्वास, आशा, प्रेम ये तीनों स्थायी हैं, पर इनमें सबसे बड़ा प्रेम है. हाँ, इनमें से सबसे बड़ा प्रेम है. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात हमें समझना है. ഇവിടെ നിലനിൽക്കുന്ന 3 കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ്. वहां पर देखो 3 स्थायी बात वहां पर बोला है. അപ്പോൾ ഇവിടെ പറയാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. हाँ, यहाँ पर देखो विश्वास, आशा और प्रेम, ये 3 बातें स्थायी है, मतलब अभी भी वो बना हुआ है. ഇതിനെപ്പോൾ നിലനിൽക്കും? लेकिन ये कब तक बना रहेगा? ഇതിൽ വിശ്വാസവും പ്രത്യാശയും കർത്താവിന്റെ വരവ് വരെ നിൽക്കുള്ളൂ. हाँ, देखो इसमें से विश्वास और जो आशा की बात है, प्रभु का आगमन तक ही वो बना रहेगा. എന്നാൽ സ്നേഹമോ? लेकिन प्रेम നിത്യതയോടും, उसके बाद भी आने वाले युग में भी अनंतता तक वो बना रहेगा. നിത്യതയോടും, अनंतता तक प्रेम बना रहेगा. പ്രിയമുള്ളവരെ, ഈ മറ്റുള്ള നിന്നു പോകുന്ന കാര്യങ്ങളെക്കാൾ ഏറ്റവും വലുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിത്യത്തിലേക്ക് നിലനിൽക്കുന്ന ഈ സ്നേഹത്തെ കുറിച്ച്. अगर इसके लिए देखो ना, एक ऐसा बात जो बाकी बातों से भी, बाकी सब बातें रुक जाएगा, बाकी सब बातें थम जाएगी, लेकिन एक ऐसा बात है जो अगले युग में भी बना रहेगा. वो बात पे हमारा मन होना चाहिए, उस बात को हमें इकट्ठा करना है. वो बात है प्रेम. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात समझना है, ഇത് ഏത് സഭയ്ക്ക് എഴുതിയ ദൂതാണെന്ന് അറിയാം. ये कौन सा कलीसिया के लिए लिखा हुआ संदेश है, आप लोग जानते हैं. ഇത് കൊരിന്ത് സഭ. कोरिन्थे कलीसिया. കൊരിന്ത് സഭയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടല്ലോ. कोरिन्थे कलीसिया के बारे में बाहरी रूप से आप लोग जानते हैं ना बातें. മറ്റെല്ലാ സഭകളെക്കാളും ഏറ്റവും കുഴഞ്ഞ് മറിഞ്ഞ് ആകപ്പാടെ ഒരു വല്ലാത്ത പരുവത്തിൽ കിടന്ന ഒരു സഭയാണ് കൊരിന്ത് സഭ. कोरिन्थे कलीसिया मतलब बाकी सभी कलीसियाओं में से सबसे गिरा हुआ, सबसे बुरा अवस्था, सबसे नीच अवस्था में एक पड़ा हुआ अवस्था है कोरिन्थे कलीसिया. അപ്പോൾ അവിടെ എന്തുണ്ട്? അവിടെ അവരെ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ആത്മീയരായിട്ട് തോന്നും. उनको बाहरी रूप से अगर देखा जाए तो बहुत आत्मिक है करके लगेगा. നമുക്ക് അതിന്റെ 1-ാം അധ്യായത്തില് उसका पहला कोरिन्थी पहला अध्याय, फर्स्ट कोरिन्थी चैप्टर 1, അതിന്റെ 5 മുതൽ വായിച്ചാൽ उसका वाक्य 5 से अगर हम पढ़ेंगे तो, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. हाँ, उसका पहला कोरिन्थी पहला अध्याय 5 से 7 पढ़ेंगे. फर्स्ट कोरिन्थी चैप्टर 1 वर्स 5 to 7. कि उसमें होकर तुम हर बात में अर्थात सारे वचन और सारे ज्ञान में धनी किए गए, कि मसीह की गवाही तुम में पक्की निकली, यहाँ तक कि किसी वरदान में तुम्हें घटी नहीं, और तुम हमारे प्रभु यीशु मसीह के प्रकट होने की बाट जोत रहे हो. मैं ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണേ, आप लोग एक बात ध्यान देना, ഇവര് എത്ര മിടുക്കരാ. ये लोग कितना होशियार लोग हैं. ഈ വചനം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ये वचन पढ़ने के बाद ഇവർക്ക് സകല വചനത്തിലും അവർ മിടുക്കന്മാരാ. उन लोग उधर देखो, सारा वचन में उनको जानकारी है, അവർക്ക് നല്ല പരിജ്ഞാനമുണ്ട്. तो सारा वचन और ज्ञान उनको है, അവർക്ക് കൃപാവരങ്ങളൊന്നും കുറവില്ല. और बाकी साथ में देखो कोई भी किसी भी वरदानों में उनमें कोई घटी नहीं है. എന്നാൽ അവർ ക്രിസ്തുവിന്റെ വരവിനെ കാത്തിരിക്കുക. और यहाँ तक कि प्रभु मसीह का प्रकट होने के बातों में भी वो लोग बात जो रहे. എന്നിട്ടും ഈ ദേവദാസൻ പറയാണ്, और ऐसा इतना सारे बातें होकर भी पौलुस कहता है, നിങ്ങൾ ആത്മീയരല്ല. तुम लोग आत्मिक लोग नहीं हो. നമ്മൾ ചിന്തിച്ചപ്പോ ആത്മീയരെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ മനസ്സിലാക്കുന്നത്. तो फिर आत्मिक मतलब फिर हम लोग क्या समझते हैं हम? ഇന്ന് വിശ്വാസ കോളത്തിൽ ഒരു പരിധി വരെയും
ആരെങ്കിലും രണ്ട് അന്യഭാഷ പറഞ്ഞാൽ അവർ ഭയങ്കര ആത്മീയരാണെന്ന് എണ്ണുന്നവരാ പൊതുവെയുള്ള വിശ്വാസികൾ. आज साधारण रूप से अगर विश्वासियों का दुनिया में अगर आप जाएंगे, एक एक कलीसियाओं में जाकर अगर आप देखेंगे, थोड़ा 2-3 शब्द अन्य भाषा में जबर जबर अगर कुछ भी अगर बोल दिया तो लोग ऐसा तारीफ करते हैं, और इससे बड़ा आत्मिक और कोई नहीं करके ऐसा ऐसा बड़ा बड़ा गवाही देते हैं लोग. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നവരെയാണ് അവർ ആത്മീയരെന്ന് പറയുന്നത്. मतलब जो बात है नहीं उसको झूठा रीति से है करके बोलकर बता के प्रकट करने वाले झूठा और कपटी विश्वासियों को लोग कहते हैं कि ये सच्चा आत्मिकता है. അത് നിങ്ങളാരും പറയരുത്, എനിക്ക് ഉറപ്പുണ്ട്. आप लोग कोई बोलते नहीं है करके ये मुझे विश्वास है. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നത്തെ മനുഷ്യന്റെ ആത്മീയതയുടെ അളവുകോല് ഇങ്ങനെ പുറമേ കാണുന്ന ചില കാര്യങ്ങളല്ലേ. इसके लिए प्रियो, आज आत्मिक दुनिया में अगर आप जाके देखेंगे, ये आत्मिक लोग का बाहर की बातों से कुछ बातें दिखाकर आप लोग तोलकर क्या बोलते हैं, ये आत्मिकता है करके. എന്നാൽ ഇവിടെ പൗലോസ്ലീഹ അവരോട് പറയുമ്പോൾ അതിന് 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, लेकिन उसका 3रा अध्याय का पहला वाक्य में पौलुस कहता है, എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല ജഡീകരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളാരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. लेकिन वहां पर उसका 3 का 1 पढ़ेंगे. हे भाइयों, मैं तुमसे इस रीति से बातें न कर सका जैसे आत्मिक लोगों से, परंतु जैसे शारीरिक लोगों से, और उसमें जो मसीह में बालक है. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात समझना प्रियो, നമ്മൾ ഇന്ന് എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കൊരിന്ത് സഭയുടെ ഏതെങ്കിലും ഗുണവിശേഷങ്ങൾ നമ്മളിലുണ്ടോ? इसके लिए मैं आप लोग एक बात पूछना चाहता हूँ, ये कोरिन्थे कलीसिया का भी जो भी गुण की जो भलाई की बात है वो आप लोग में है क्या? എല്ലാവരും അല്ലെങ്കിലും ചിലരിലെങ്കിലും ഇങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. देखो, सब लोग में भले नहीं रहेगा तो कुछ लोगों में ये गुण तो रहेगा, അത് നല്ല ഗുണമല്ല കേട്ടോ, और वो अच्छा गुण नहीं है प्रियो, അത് വളരെ മോശമാണ്. वो बहुत ही बुरा है. അതിന് 3-ാം വാക്യത്തിൽ പറയാണ്, उसका 3रा वाक्य में हम पढ़ते हैं, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കുന്നു. क्योंकि तुम्हारे बीच में ईर्ष्या और झगड़ा है. എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത് സഭ പ്രശ്നത്താൽ നിറഞ്ഞ ഒരു സഭയായിരുന്നു. यानी कि ये डाह और ईर्ष्या से भरा, मतलब ये कोरिन्थे कलीसिया बहुत बड़ा गड़बड़ी और तकलीफ से भरा हुआ कलीसिया है. അവർ പരസ്പരം കൂടി വരുന്നുവെങ്കിലും അവർക്ക് എന്തുണ്ട്, അവർക്ക് പിണക്കമുണ്ട്, അവർക്ക് ഈർഷ്യയുണ്ട്. यानी कि वो लोग जब भी इकट्ठा होते समय में उनमें डाह होता था और झगड़ा होता था. അപ്പൊ പിന്നെ അവിടെ എവിടെയാ പിന്നെ കർത്താവിന് മഹത്വമുള്ളേ? तो ऐसा इकट्ठा होकर भी क्या फायदा, प्रभु का महिमा मिलेगा क्या? നമ്മൾ ചിന്തിക്കുക. जरा सोचिए. ആ സമയെ ആദ്യം അതിന്റെ ആ വർണ്ണന കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര നല്ല ആത്മധനമുള്ള സഭയായിട്ട് നമുക്ക് തോന്നും. तो वो कलीसिया को अगर भारी रूपी से देखा जाए तो ये कितना आत्मिक कलीसिया है करके हमें लगेगा, കാരണം നല്ലപോലെ വചനം അറിയാം, क्योंकि अच्छी तरह से वचन मालूम है उनको, നല്ല പരിജ്ഞാനമുണ്ട്, बहुत ज्ञान है उनको, സ്വഭാവങ്ങളൊന്നും ഒരു കുറവില്ല, आत्मिक वरदानों में कोई घटी नहीं है, അവർ കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. और प्रभु का आगमन के लिए इंतजार कर रहे हैं. എന്നാൽ അവിടെ തന്നെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. लेकिन उसी का अगला बात में हम देखते हैं, എന്നാ അറിയോ? वो क्या है? ഈ സഭയിൽ ചുരുങ്ങിയത് 4 പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മല്ലടിയാ. तो ये कलीसियाओं में 4 झुंड थे, ये 4 झुंड आपस में हमेशा झगड़ा करते रहता, तर्क होते रहता था. നിങ്ങൾ നോക്കണം, ഒരു കൂട്ടായ്മ, देखो एक संगति, അതിന് 4 ഗ്രൂപ്പാ. उसमें 4 झुंड है, 4 ഗ്രൂപ്പും 4 ഓരോ നേതാക്കന്മാരെ ആക്കി വെച്ചിരിക്കുക. और ये 4 झुंड ने एक एक नेता को पकड़ के रखा है. ഒരു കൂട്ടായ്മയാ. एक संगति है. എങ്ങനെ ആ കൂട്ടായ്മ ആത്മീയ വൃത്തി പ്രാപിക്കും? तो ऐसा फिर कैसा आत्मिक उन्नति प्राप्त करेंगे वो लोग? നമ്മൾ അതിന്റെ 12-ാം വാക്യം നോക്കി അറിയാം. हेलो, एक का 12, पहला कोरिन्थी 1 का 12, फर्स्ट നിങ്ങളിൽ कोरिन्थी ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേബാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. ഇവിടെ എത്ര പക്ഷക്കാരുണ്ട്? 4 പക്ഷക്കാരുണ്ട്. वहां पर 4 भाग देखो, मैं एक, कोई कहता है कि मैं पौलोस का हूँ, कोई कहता है मैं अपोल्लोस का हूँ, कोई कहता है मैं कैफास का हूँ, कोई कहता है मैं मसीह का हूँ. ഇവിടെ കൊരിന്ത് സഭയുടെ അവസ്ഥ എന്താണ്? यहाँ पर कोरिन्थी कलीसिया का अवस्था क्या है? ഇന്ന് അനേക സഭകളുടെ അവസ്ഥ ഇങ്ങനെയല്ലേ? आज कोरिन्थी सभी कलीसिया का अवस्था ऐसा है ना. ഇന്ന് ലോകത്തിൽ ഈ നിലവാരത്തിലുള്ള അനേക സഭകൾ, അതുകൊണ്ടാണ് ഈ സഭകൾ ഇങ്ങനെ തകർന്ന് പൊടിയായിട്ട് ഇങ്ങനെ പിന്നെ കഷ്ണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. इसीलिए तो प्रियो, आज कलीसिया में क्या होता है, इतना सारा विभाजन होने की वजह से उसको तोड़ तोड़कर और भाग और विभाजन बनते जा रहे हैं. അവരെയാണ് ഇവിടെ പൗലോസിലെ ജഡീകന്മാരെന്ന് പറയുന്നത്. ऐसे लोगों को पौलुस कहता है कि तुम लोग शारीरिक लोग हो. അല്ലെ, നമ്മൾ ആ 3:3 വായിച്ചു, നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരും അല്ലയോ? ഒരു ചോദ്യമാണ്. हाँ, उस पहला कोरिन्थी 3 का 3 में, फर्स्ट कोरिन्थी 3 में हम लोग पढ़ते हैं कि क्या तुम लोग शारीरिक नहीं हो, क्या तुम लोग सामान्य मनुष्यों के समान नहीं हो? വീണ്ടും ജനിച്ച വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്ന വിശുദ്ധന്മാരെ വിളിക്കുന്നത് ജഡീകന്മാരെന്ന്. देखो वही पहला कोरिन्थी पहला अध्याय का पहला वाक्य में हे पवित्र लोगों करके बोलने वाला पवित्र जन लोगों को वहां पर पौलुस देखो शारीरिक लोग कहते हैं. കാരണം വിശുദ്ധന്മാരെന്ന് വിളിക്കാൻ കാരണം കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായതുകൊണ്ട്
അതുകൊണ്ടാണ്. यस, वो लोग को पवित्र लोग करके क्यों बोला गया है? क्योंकि प्रभु से वो लोग बुलावा पाकर अलग हुए हुए लोग हैं, पवित्र लोग हैं इसके लिए. ഇത് പുറമെയുള്ള ജനത്തോട് പറയുന്ന കാര്യമല്ല, രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിലായി തീർന്ന വിശുദ്ധന്മാരോട് പറയുന്ന കാര്യമാണ്. क्योंकि ये कोई संसार का या संसार के लोगों के बारे में नहीं बोल रहा है. प्रभु के यीशु मसीह का जीवन प्राप्त किया हुआ विश्वासी लोगों को ये कोरिन्थस कलीसिया में लिखा गया है. ഇന്നും അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം കുറവുകളെ പൗലോസ് ചൂണ്ടിക്കാണിക്കുക. लेकिन आज भी उनके जीवन में कितना सारा कमियां हैं, वो बात पौलुस उठाकर बताता है. ഇത്രയും നല്ല കേട്ടോ, इतना ही नहीं, ഒരുപാട് വിഷയമുണ്ട്. और भी बातें हैं. ഞാനൊരു ചെറിയ കാര്യങ്ങൾ പറയാം. छोटा बात मैं बताता हूँ. അതിന്റെ 6-ന്റെ 1 6 का 1 में अगर हम पढ़ेंगे तो അവിടെ എന്നാ കാണുന്നറിയോ? उधर हम क्या देखते हैं? കൂട്ടു സഹോദരന്മാർക്കെതിരെയുള്ള വ്യവഹാരം കോർട്ടിൽ പോകും, അവര് കോടതിയിൽ പോയി അവര് പിന്നെ യുദ്ധം ചെയ്യും. यानी कि मसीह के भाइयों में अगर कुछ भी अगर झगड़ा होता है तो संसार का कोर्ट में जाकर वो लोग सुलह करने के लिए जाते हैं. എത്ര ദുഃഖമാണ്. कितना दुख की बात है ना. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് നമ്മുടെ മധ്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല, എങ്കിലും ഇന്ന് അനേക സഭകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും കാണാനും കഴിയുന്നുണ്ട്. प्रभु की दया से हमारे कलीसिया में ये सब अवस्था नहीं है, तो भी संसार में अगर अन्य कलीसियाओं को देखेंगे या नामदारी कलीसियाओं में आज भी एक विश्वासी दूसरा विश्वासी के नाम में कोर्ट में केस करता है. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നിരിക്കും, അവരെയൊക്കെ ദൈവം എടുത്ത് മാറ്റി. और शायद हमारे बीच में ऐसा लोग हुआ भी रहेगा, लेकिन प्रभु ने उनको निकाल दिया कलीसिया से. കാരണം കർത്താവിന്റെ സഭ അത് ഒരിക്കലും പിന്നെ മറ്റുള്ളവര് അതിന്റെ മേലെ പ്രബലപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. क्योंकि प्रभु के कलीसिया के विषय में कोई भी बुरा बात प्रबल ना होए, इसलिए प्रभु पहले ही निकाल देता അത് है. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ये बात मैं पूर्ण रीति से विश्वास करता हूँ, കാരണം ഇത് കർത്താവിന്റെ സഭയാണ്. क्योंकि ये प्रभु का कलीसिया है. കർത്താവിന്റെ സഭയെ എങ്ങനെയെങ്കിലും തകർക്കാനായിട്ട്, അതിനെ ഉടയ്ക്കാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് ശത്രു പല നിലകളിൽ പലരിലൂടെയും പ്രവർത്തിക്കും. प्रभु का कलीसिया को तोड़ने के लिए, प्रभु का मंडली को निंदा करने के लिए शैतान अलग अलग लोगों को किसी को भी इस्तेमाल कर सकता है गिराने के लिए. Praise the Lord. Amen. അപ്പോൾ ഇവിടെ അതിന്റെ 1-ാം വാക്യത്തിൽ പറയുകയാണ്, तो 6 का 1 में हम पढ़ते हैं, നിങ്ങൾ ഒരുത്തിനും മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ. നോക്കണേ, എന്തൊരു ഭയങ്കര ചോദ്യമാ. അവര് യഥാർത്ഥത്തിൽ അഭക്തരായിരിക്കുന്ന ലോക മനുഷ്യരുടെ മുമ്പിൽ അല്ലെങ്കിൽ കോർട്ടിൽ പോകുന്ന വിഷയമാണ് ഇവിടെ പറയുന്നത്. तो उधर देखो, जब भी दो भाइयों के बीच में झगड़ा होते समय उधर क्या किया उसका 6 का 1 में, तो फैसले के लिए तुम लोग अधर्मियों के पास जा रहे हो. मतलब क्या? जिसके पास प्रभु का जीवन नहीं है उन लोगों के पास उस समय का कोर्ट में जाकर अधर्मी लोगों के पास जाकर फैसला के लिए जाते थे, दो जीवन पाए हुए लोगों का झगड़ा के बीच में. നിങ്ങൾ ചിന്തിക്കാറിയോ, जरा सोचे ये बात प्रियो, എന്തായിരുന്നു ആദിമ നൂറ്റാണ്ടില് ഈ സഭയിലൊക്കെ നടന്നുകൊണ്ടിരുന്നത്? उस दिनों में पहले इतिहास में ये कोरिन्थ कलीसिया का अवस्था परिस्थिति क्या हुआ रहेगा. നമ്മളിതൊന്ന് തിരുവനന്തപുരത്തിലൂടെ അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. इसलिए हमें वचन के द्वारा हमें ये सब बातें समझना है. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ത്യകാലത്തിന്റെ, അന്ത്യ വർഷത്തിന്റെ, അന്ത്യ മാസങ്ങളുടെ, അന്ത്യ ദിനങ്ങളുടെ, അന്ത്യ മണിക്കൂറുകളുടെ അന്ത്യത്തിന്റെ അന്ത്യത്തിൽ തിരിക്കും. क्योंकि हम देखो, हम अंतिम समय का, अंतिम वर्ष का, अंतिम महीने का, अंतिम हफ्ते का, अंतिम दिन का, अंतिम वो घड़ी का अंत का समय में हम आ चुके हैं. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. इसके लिए हम लोग बहुत ही संभालना है अपने आप को. എന്നിട്ട് അവരോട് പൗലോസ് ചോദിക്കുകയാണ്, और फिर पौलुस उनको पूछता है, അതേ 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെ, 6 का 5 से 7, 1 Corinthians chapter 6 verse 5 to 7. നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിൽ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിന് പകരം നിങ്ങൾ അന്യായം സഹിച്ചുകൊള്ളാത്തത് എന്ത്? നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്ത്? ചോദിക്കുകയാണ്. उसका 5 से 7 पढ़ेंगे हिंदी में. पहला कोरिन्थी 6 का 5 से 7. मैं तुम्हें लज्जित करने के लिए यह कहता हूँ, क्या सचमुच तुम्हें एक भी बुद्धिमान नहीं मिलता जो अपने भाइयों का निर्णय कर सके? तुममें भाई में मुकदमा होता है और वह भी अविश्वासियों के सामने. परंतु सचमुच तुम्हें बड़ा दोष तो यह है कि आप आपस में मुकदमा करते हो. अन्य क्यों नहीं सहते? अपनी हानि क्यों नहीं सहते? അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. यहाँ पर एक बात समझना है. ആ സഭ എത്രമാത്രം പ്രശ്ന കലുഷിതമായിരുന്നു. वो कलीसिया कितना तकलीफों से गूंजा हुआ अवस्था में था. അവർക്ക് അവരെ തന്നെ ആത്മീയരായിട്ടാണ് അവർ എണ്ണിയത്. वो लोग फिर भी अपने आप को वो लोग आत्मिक है करके गिनने लगा. എന്നാൽ കർത്താവിന്റെ ദാസൻ പറയാണ്, നിങ്ങൾ ഇതുവരെയും ശിശുക്കളാണ്. लेकिन प्रभु का दास क्या कहता है? तुम लोग अभी भी बच्चे हो. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പാലാണ് തന്നത്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് പ്രാപ്തിയില്ല. तुम लोग अभी भी मसीह में बच्चे हो. मैं तुम लोग को अभी भी दूध पिला रहा हूँ, क्योंकि सयाना भोजन, कड़क भोजन देने के लिए तुम लोग अभी तक उन्नति नहीं प्राप्त किए हो. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. हम जरा एक बात समझना प्रियो. നാം
പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വളരെ ഘനതരമായിരിക്കുന്ന നിത്യത്തിലേക്ക് ഉപകരിക്കുന്ന തരത്തിലുള്ള ഭോജനങ്ങളാണ്. हम लोग जो भी वचन हम लोग दे रहे हैं वो एकदम एकदम गंभीर वचन वाला अनंतता के लिए फायदा हो सके, लाभ हो सके, उस तरह का गहराई वचन को हम दे रहे हैं. പിന്നെ പുതുതായിട്ട് വന്ന പലരും ഇങ്ങനെ വിളിക്കാറുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയാറുണ്ട്. നല്ല കാര്യം, അവർക്കത് വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കുവാൻ കൊടുക്കാനായിട്ട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. और कुछ नए लोग होते हैं जिनको कुछ समझ में नहीं आता है तो वो लोग फोन करते हैं. बहुत अच्छी बात है, इस तरह फोन करते रहना. कुछ भी बात समझ में नहीं आए तो और उन लोगों को समझा कर देना ये मेरा जिम्मेदारी है. കാരണം ഇപ്പൊ നമ്മളിവിടെ ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നത് ദൈവത്തിന്റെ സഭയിലുള്ള വിശുദ്ധന്മാരുടെ അവസ്ഥകളെ മനസ്സിലാക്കിയ. क्योंकि हम लोग जब वचन बांटते समय में कलीसिया के अंगों का परिस्थिति को जानकर हम वचन बांटते हैं. ഇന്ന് കർത്താവിന്റെ കൃപയാൽ നാസിക് സഭയിലുള്ള എല്ലാവരും നല്ല ഒരു ഇവാഞ്ചലിസ്റ്റ് ആണ്, നല്ല സുവിശേഷകന്മാരാണ്. मैं प्रभु को मैं धन्यवाद देता हूँ कि कलीसिया के सभी भाई बहन लोग एक अच्छा सेवक सुसमाचार बोलने वाले लोग हैं. അവർക്കിന്ന് പാല് കുടിക്കുന്ന ഒരു അനുഭവമല്ല, वो लोग अभी दूध पिए उतने में नहीं है, आगे बढ़ना चाहते हैं. वो लोग അവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരമാണ്, उनको सयाना भोजन चाहिए. അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. उसके लिए मैं प्रभु को धन्यवाद देता हूँ. എങ്കിലും എന്നെ കേൾക്കുന്ന മറ്റ് അനേകരുണ്ടാകുമല്ലോ. लेकिन मुझे सुनने वाले और भी कोई लोग रहेगा, दूसरे कलीसिया के भी लोग रहेंगे. നമ്മുടെ ആത്മീയ അനുഭവം എങ്ങനെയുണ്ട്? तो हमारा आत्मिक अवस्था कैसा है? നമുക്ക് സമയത്തിനനുസരിച്ച് ഒരു ആത്മീയ വളർച്ച ഉണ്ടോ? हमको समय समय में हमको आत्मिक बढ़ोतरी होता है क्या? നമുക്ക് നമ്മളെ ഒരു ആത്മീയൻ എന്ന് പറയാൻ കഴിയുമോ? हमको एक आत्मिक करके बोलने के लिए अवस्था हो रहा है क्या? നമുക്ക് ആഴമായ ദൈവവചനത്തിന്റെ സത്യങ്ങൾ നമുക്ക് തെളിയിച്ചു തരുമ്പോൾ അത് നമുക്ക് ഗ്രഹിക്കാൻ ഉൾക്കൊള്ളുവാനും കഴിയുന്നുണ്ടോ? जब वचन का गहराई की बातें जब बोलते समय में वो बात आप लोग समझकर हाँ यही सही है मानने का अवस्था का सिद्धता पर पहुंच पाए क्या? എനിക്കറിയാം പല വചനത്തിൽ പരിജ്ഞാനമില്ലാത്തവര് ചില വചനങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരങ്ങ് ഇടറുകയാണ്. देखो कुछ लोग कुछ वचन का अज्ञानता के वजह से लोगों को वचन का सही बातें नहीं समझने की वजह से कुछ बातें बोलते हैं तो वो लोग जल्दी ठोकर खाते हैं. ഏത് കാലത്തിലും ഇടറാറുണ്ട്. देखो हर समय में ठोकर खाने वाले लोग हैं. അല്ലെ, കർത്താവ് തന്നെ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ എന്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എത്ര കഠിന വർത്തമാനം എന്ന് പറഞ്ഞ ശിഷ്യന്മാർ പോലും പോയില്ലേ? देखो उधर जब हम देखते यूहन्ना का सुसमाचार 6वां अध्याय में प्रभु उधर कहता है कि मेरा शरीर मांस के लिए है और मेरा लहू पीने के लिए है करके बोले, जो खाएगा पिएगा वो जीवन पाएगा, नहीं तो मुझ पे संगति नहीं है करके बोला. तो ये बात चेले लोग ने सुनकर क्या बोला, ये बहुत कठिन बात है, कौन ये बात समझेगा बोलकर प्रभु को छोड़ दिया था ना. പിന്നെ അവിടെ നിന്നില്ലെന്നേ. फिर उधर लोग रुके नहीं. കർത്താവ് പറഞ്ഞതൊക്കെ എത്ര ലളിതമായ കാര്യമാണ്. लेकिन प्रभु कितना स्पष्ट और आसान भाषा की बातें बताया था. കർത്താവ് അതിന്റെ യോഹന്നാൻ 6-ാം അധ്യായമാണ്. അപ്പോൾ 6:63 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞില്ലേ, ഈ വചനം ആത്മാവും ജീവനുമാണ്. आमीन. वहां पर यूहन्ना का सुसमाचार 6वां गॉस्पेल ऑफ जॉन चैप्टर 6 में है, लेकिन उसका 6 का 63 जब हम पढ़ते हैं, 6 का 63 में हम लिखा है कि मैंने जो वचन बोला है कोई कठिन बात नहीं है, आत्मा और जीवन का बातें बोला है मैंने आप लोगों को. എന്നാൽ അവർക്ക് ഈ വചനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. लेकिन उन लोगों को ये वचन को स्वीकारने नहीं हो पाया. ദൈവമക്കളെ, നമുക്ക് ഇന്ന് കേൾക്കുന്ന വചനങ്ങളെ നമുക്ക് അത് ആത്മാവും ജീവനുമായി നമ്മളിലേക്ക് പരിവർത്തിക്കുന്നുണ്ടോ? इसके लिए आज हम सुनने वाला वचन हमारे जीवन में आत्मिक उन्नति, आत्मिक लाभ के रीति में बदल जाने का अवस्था हमारे अंदर हो रहा है क्या? ഈ വചനം നമുക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഭക്ഷിക്കുവാനും ഒക്കെ കഴിയുന്നുണ്ടോ? क्या ये वचन हमको खाने के लिए पीने के लिए हो रहा है क्या? പൗലോസ്ലീഹ തനിയായിരിക്കാം എബ്രായ ലേഖനം എഴുതിയത്. പിന്നെ വാദപ്രതിവാദത്തിനല്ലെങ്കിലും അവിടെ എബ്രായ വിശ്വാസികൾ പറയുന്ന ഒരു കാര്യമുണ്ട്. शायद ऐसा हो सकता है कि इब्रानियों का पुस्तक जो पौलुस ने लिखा होगा, मैं शायद बोल रहा हूँ, तर्क करने के लिए नहीं बोल रहा, लेकिन वहां पर भी इब्रानी लोगों को एक गवाही देता है. അത് 5-ാം അധ്യായം 12 മുതൽ 14 വരെ വായിക്കുമ്പോൾ उसका इब्रानियों का पुस्तक 5वां अध्याय 12 से 14 पढ़ते समय में बुक ऑफ हिब्रूज चैप्टर 5 वर्स 12 to 14. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തടക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. पढ़ेंगे इब्रानियों 5 का 12 से 14. समय के विचार से तो तुम्हें गुरु होना चाहिए था, तो अभी यह आवश्यक हो गया है कि कोई तुम्हें परमेश्वर के वचनों की आधी शिक्षा फिर से सिखाए. तुम तो ऐसे हो गए हो कि तुम्हें अन्न के बदले अब तक दूध ही चाहिए, क्योंकि दूध पीने वाले बच्चे को तो धर्म के वचन की पहचान नहीं होती, क्योंकि वह बालक है. पर अन्न सिखाने के लिए है, जिसकी ज्ञान इंद्रियां अभ्यास करते करते भले बुरे में भेद करने में निपुण हो गई है. അപ്പോൾ
ഇവിടെ നമ്മൾ ചിന്തിക്കണം, കൊരിന്ത് സഭയിലുള്ളതുപോലെ ഇതാ എബ്രായ സഭയിലും അനേക വർഷങ്ങളായിട്ടും ആത്മീയമായി വളരാത്ത അനേകരുണ്ടായിരുന്നു. देखो जैसा कोरिन्थे कलीसिया में अवस्था उधर था, वैसे अब्रानियों का ये कलीसिया में अब्रानियों का लेखा जिधर लिखा गया है, ये कलीसिया में भी वही समान बचपना का अवस्था वहां पर था। ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? इसके लिए हे प्रियो, जब वचन आप लोग सुनते समय में आप उसको ग्रहण करने हो पा रहे क्या? നിങ്ങൾ വചനത്തെങ്കിൽ ഇടറരുതേ. आप वचन को सुनकर ठोकर ना खाए। ഞാൻ അതുകൊണ്ട് പല പ്രാവശ്യം പല ആവർത്തി പറയാറുണ്ട്, इसके लिए मैं वचन को लेते समय बार बार मैं कहता हूँ, നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ ഫോൺ ചെയ്യാം. इसके लिए आप लोगों को सिखाने के विषय में जो भी बातें मैं बोला हूँ उसमें कोई भी संदेह आता है, कोई भी बात समझा ना हो या और भी बातें अगर जानना हो तो बिना झिझकिचाए कोई भी समय में आप फोन करना मुझे। എനിക്ക് അവരോട് വളരെ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അവർക്ക് ഞാനത് വളരെ വളരെ വിശുദ്ധമായിട്ട് അവർക്ക് നല്ലപോലെ ഗ്രഹിക്കത്തക്ക നിലയിൽ അവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. और मैं ऐसे लोगों से मैं बहुत प्रेम करता हूँ, ऐसे लोगों को बहुत स्पष्ट रीति से आसान भाषा में समझाकर देने का मैं पूरा कोशिश करूंगा। കഴിഞ്ഞ ആളുകൾ പലരും അങ്ങനെ വിളിച്ചു. और गए दिनों में बहुत से लोगों ने फोन किया था കർത്താവിന്റെ കൃപയാൽ അവർക്ക് ബോധ്യമാകത്തക്ക നിലയിൽ അത് തെളിയിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. और प्रभु का अनुग्रह से वो लोग समझ सके उस अर्थ में मैं उनको बताने हो पाया। നമുക്ക് ലഭിച്ച കൃപയ്ക്കത്തോണം അത് വചനത്തിലൂടെ അത് തെറ്റുകളെ തിരുത്തുവാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് അതിനു വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തുതരാം. मुझसे जितना भी हो सके प्रभु ने मुझे जितना काबिलता दिया उस अनुग्रह के अनुसार जितना हो सके आपको समझा कर देना उतना मैं कोशिश करूंगा। Praise the Lord. Praise the Lord. അപ്പോൾ ഇവിടെ ഈ കൊരിന്ത് സഭയോട് ഈ വലിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഇത്ര വലിയ പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും പിന്നെ അവരെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം കൂടി ഉപദേശിക്കുക. तो इसके लिए ये कोरिन्थे कलीसिया इतना बड़ा बुरा परिस्थिति में वो लोग दबे हुए होने के बाद भी पौलुस उस परिस्थिति से बाहर निकलने के लिए भी सहायता करता है। देखो അതാണ് ഈ ആഴമായ ഉപദേശം. वही है ये गहरा उपदेश। അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന ഈ ശരിയായിട്ടല്ലാത്ത നടപ്പിൽ നിന്നെല്ലാം ഒരു വിടുതലിന് വേണ്ടിയിട്ട് പൗലോസ് പറയാണ് 1:14 ये सब बात का सही रीति का छुटकारा का अर्थ समझने के लिए उनको पहले पौलुस उनको 1 कोरिन्थियंस 14:1 पहला कोरिन्थी 14:1 में कहता है। അതിന്റെ ആദ്യ ഭാഗം उसका पहला भाग में हम देखते हैं, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ. वो 14 का 1 पढ़ेंगे शुरुआत का भाग, प्रेम का अनुकरण करो। ओके बस 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 प्रेम का अनुकरण करो। അങ്ങനെയാണല്ലേ? हाँ प्रेम का अनुकरण करो। വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഞാൻ ആ ഭാഗം ഒന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനായിട്ട് तो ആഗ്രഹിക്കുന്നു. बस उतना वही भाग को प्रेम का अनुकरण करने के लिए हमें मन लगाना है, वही बात को मैं बताना चाहता हूँ। പ്രിയമുള്ളവരെ, ഇന്നത്തെ സഭകളിലുള്ള പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരം അത് സ്നേഹമാണ്. प्रियो आज कलीसियाओं के बीच में अगर कोई भी तकलीफ या आपत्ति या वेदना में अगर वो चल रहा हो उसका हल एक ही है, वो है कि प्रेम में बने रहना। Praise the Lord. आमेन। പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ആരോടും പകയും വിദ്വേഷവും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. इसके लिए हमारे बीच में कोई भी प्रकार का डाह और ईर्ष्या हमारे किसी और के लिए नहीं रखना। ഇന്ന് പലരും അവരുടെ ഉള്ളിൽ മറ്റു പലരെ കുറിച്ചും പല കോപവും വിദ്വേഷവും പകയെല്ലാം വെച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് അവരുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ച. तो इसके लिए आज विश्वासियों के जीवन में वो लोगों को ठोकर का कारण या उन लोगों के गिरने का कारण क्या है? दूसरों के विषय में नफरत या भेदभाव या ईर्ष्या रखने का स्वभाव हमेशा दूसरे विश्वासियों के ऊपर रखते हैं लोग। നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ഒന്ന് നോക്കണേ. इसलिए जब वचन सुनते समय में हमें अपने आप को जांचना है। ഞാൻ എഫേസ്യ ലേഖനം അതിന്റെ 4-ാം അധ്യായം 26-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. एफेसियों का पुस्तक 4:26 में एफिशियंस चैप्टर 4:26 കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. गुस्सा करना लेकिन पाप नहीं करना। അപ്പോൾ നമുക്ക് ആരോടെങ്കിലും കോപമുണ്ടെങ്കിൽ അത് പാപമായി പരിണമിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. इसके लिए अगर हमारे ऊपर किसी के ऊपर भी अगर यदि गुस्सा अगर आ जाए तो वो पाप में ना बदल जाए, ये बात को आप देखना। നമ്മുടെ ഉള്ളിൽ ആരോടും ഒരു വിദ്വേഷമോ പകയോ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. इसके लिए हमें किसी और के विषय में कोई भी प्रकार का क्रोध, कोई भी प्रकार का ईर्ष्या, ये कोई भी बात ना होने का कोशिश यत्न करना है। പ്രിയമുള്ളവരെ, നമുക്ക് ആവശ്യം നമുക്ക് സ്നേഹമാണ്. इसके लिए क्योंकि हमें जरूरत है प्रेम। ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ എല്ലാത്തിന്മേലും ഭരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വളരണം. मसीह का प्रेम हमें पूरी तरह से हमें कब्जा कर नियंत्रण करके चलाने का अवस्था होना चाहिए। നമ്മൾ ചിന്തിക്കണം, നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളാണ്. ക്രിസ്തുവിന്റെ കാഴ്ചകൾ പിൻപറ്റുവാൻ കർത്താവ് നമുക്കൊരു മാതൃക തന്നിട്ട് പോയിരിക്കുകയാണ്. क्योंकि आप लोग जानते हैं ना, हम लोग मसीह के पीछे होने वाले लोग हैं। मसीह हमारे लिए एक नमूना है। ये मसीह के पीछे उनके पथ चिन्हों में चलने के लिए हमारे लिए आदर्श बनाकर गया है। കർത്താവ് താൻ
ശത്രുവിനെ പോലും സ്നേഹിച്ചു. തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വന്ന യൂതയോട് പോലും കർത്താവ് പറയുന്നത് സ്നേഹിത എന്നാ വിളിച്ചത്. हाँ देखो, हमारा प्रभु शत्रुओं से भी प्रेम करता था. उसको पकड़वाने आने वाला यूदास जो प्रभु को पकड़ाया था, उसको भी प्रभु क्या कहता है, हे मेरे मित्र. അങ്ങനെ ഒന്ന് ചിന്തിക്കുക. आप जरा सोचिए, നമ്മള് മത്തായി 26-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തില് ഒറ്റിക്കൊടുക്കാൻ വന്ന് ചുംബനം കൊണ്ട് ചുംബിച്ച് ഒറ്റിക്കൊടുക്കുന്ന വേളയിലും കർത്താവ് പറയുന്നത് തന്നോട് എന്നാ പറയുന്നത്? मैथ्यू 26:50, मत्ती का सुसमाचार 26 का 50 में जब यूदास इस्करियोत यीशु को पकड़कर उसको चुम्बन देकर पकड़ाया जाते समय में भी यीशु उत्तर देखो क्या देता है. അതിന്റെ 49-ൽ അവിടെ വായിക്കുന്നുണ്ട്, റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. हाँ, वहां पर 49 में मैथ्यू 26:49 में करता है कि हे प्रभु तुझे नमस्कार बोलकर वो आके प्रभु को गले मिलाकर चुम्बन दिया. പ്രഭു എന്ന് പറഞ്ഞില്ല, റബി. सॉरी, रबी. ഇന്നൊരു കാര്യം ശ്രദ്ധിക്കണം, ഇസ്കറിയോത്ത് യൂദ ഒരിക്കലും കർത്താവെ അല്ലെ പ്രഭു എന്ന് പറഞ്ഞിട്ടില്ല. हाँ, यानी कि एक बात आप लोग ध्यान देना, यूदास इस्करियोत कभी भी यीशु को प्रभु करके बोला है करके जिक्र किया नहीं है, रबी बोलता था. എവിടെയാണെങ്കിലും ഒറ്റിക്കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞു റബി ഞാനാണോ എന്നാണ് ചോദിച്ചത്. हाँ, यहाँ तक कि जब तुम में से एक जन मुझे पकड़ाएगा करके बोलते समय में भी यूदास क्या गवाही देता है, रबी मैं हूँ क्या, ऐसा जवाब दिया उसने. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാവരും കർത്താവെ ഞാനാണോ ചോദിച്ചു. उधर सब लोग प्रभु ने जब बोला कि तुम में से एक जन मुझे पकड़ाया करके बोलते समय में, तब सब लोग बोला हे प्रभु मैं हूँ क्या. लेकिन यूदास ने कहा हे रबी मैं हूँ क्या. അപ്പോൾ അവിടെ റബി എന്ന മാത്രമുള്ള പ്രയോഗമാണ് ഈ ഇസ്കറിയോത്ത് ചെയ്തിരിക്കുന്നത്. यानी कि रबी करके हे शब्द ही हमेशा यूदास इस्तेमाल करता था, ഗുരു, मतलब हे गुरु. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവിടെ ആ സമയത്ത് പോലും കർത്താവ് പറയുന്നത് സ്നേഹിത. ऐसे समय पर भी वो कहता है कि प्रभु क्या कहा, वाक्य 50 में यीशु ने उससे कहा हे मित्र. അതൊന്ന് ചിന്തിക്കാം. जरा सोचिए, കർത്താവിനെ അറിയാം ഇവിടെ ഒറ്റിക്കൊടുക്കുകയാണെന്ന്. प्रभु जानता है कि यूदास उसको पकड़ने के लिए, पकड़वाने के लिए आया है. നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ നമ്മൾ ഒരാളിങ്ങനെ ഒറ്റിക്കൊടുക്കുകയാണെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് എന്തായിരിക്കും? നമ്മള് ചതിയ, വഞ്ചക, അല്ലെ എന്തൊക്കെ ആയിരിക്കും നമ്മുടെ വായി വരുന്നത്? എല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് എല്ലാം ചിലപ്പോൾ പറയും. हम लोग अगर यीशु का स्थान में होता और एक भाई हमें आया और हम जानते हैं कि वो पकड़ाने के लिए हमारे पास आया है करके, हम लोग क्या बोलेंगे, हे धोखेबाज, हे तूने मेरे साथ ऐसा किया बोलकर उसको पता नहीं क्या क्या श्राप देते थे हम लोग. നമ്മൾ ദൈവ സ്നേഹത്തെ ഒന്ന് പഠിക്കണം. लेकिन हे प्रियो, हम लोग प्रभु के प्रेम को हम लोग पढ़ना है. കർത്താവ് എല്ലാം ചെയ്തത് താൻ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു രൂപമാണ്, സ്നേഹത്തിന്റെ ആൾ രൂപമാണ്. इसलिए प्रभु के विषय में हमें एक बात समझना है, प्रभु यीशु मसीह प्रेम का व्यक्तित्व है. मतलब एक प्रेम को शरीर रूप धारण लेकर अगर एक प्रेम को अगर व्यक्तित्व दिया, वो प्रेम वो व्यक्ति यीशु रहेगा. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. इसलिए हमें ये बात हमें समझना है. അപ്പോൾ ആ കർത്താവ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്, वो प्रभु आज हमारे अंदर जी रहा है. അപ്പോൾ നമ്മളിൽ ജീവിക്കുക നമ്മുടെ അകത്ത് മാത്രമല്ല, നമ്മളെ തന്നെ ജീവിക്കേണ്ടത് കർത്താവാണ്. वो हमारे साथ रहे ऐसा नहीं, बल्कि हमारे अंदर भी रहने वाला प्रभु होना चाहिए. അപ്പൊ ആ ജീവിതത്തിലേക്കാണ് ഇന്ന് നമ്മൾ വളരേണ്ടത്. उस जीवन में है हम बढ़ रहे हैं, അത് നമ്മൾ പഠിക്കണ്ടേ. वो हमें सीखना है. ക്രിസ്തുവിന് നമ്മളിൽ എത്രമാത്രം വളരാൻ കഴിഞ്ഞു, मसीह में हम लोग कितना बढ़ पाए. ഇങ്ങനെ ഒറ്റിക്കൊടുക്കുന്നവനെ പോലും താൻ ഒരു ഭാവവ്യത്യാസം കൂടാതെ സ്നേഹിത എന്നാണ് വിളിച്ചത്. देखो, ये पकड़ने के लिए आने वाला यूदास भी जो यीशु को पकड़वाने वाला है, ऐसा व्यक्ति के साथ भी प्रभु ने अपना भावना को बदला नहीं. उसको तभी भी प्रभु प्रेम से हे मित्र करके बुलाया. ചിലപ്പോൾ നമ്മളെ കുറിച്ച് ആരെങ്കിലും ഒരു അവയ്ക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ പറയുന്നത് അവൻ കണ്ണന, അവൻ നീചന എന്നൊക്കെ പറയുന്നതെല്ലാം പറഞ്ഞാൽ നമ്മൾ അവരെ താറടിക്കാൻ നോക്കുന്നത്. हम लोग देखो, कोई अगर हमारे बारे में बुरा भला कहा और मुझे मालूम पड़ा कोई हमें बुरा भला कह रहा है, तो उसके व्यक्ति के बारे में क्या बोलते हैं, वो आदमी दुष्ट ही है, वो ऐसे ही बोलता है, ऐसा हम लोग बोलेंगे ना. प्रभु की स्तुति हो. നമ്മളിൽ ആ ദൈവസ്നേഹം ഉണ്ടോ? इसलिए वास्तव में हमारे अंदर प्रभु का प्रेम है क्या? നമ്മുടെ കർത്താവ് എന്താ കാണിച്ചത്? हमारे प्रभु ने क्या दिखाया? തന്നെ കുരിശിൽ തറച്ച ഘാതകന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചില്ലേ? जो प्रभु जो रोमियो से अधिकारियों ने जो प्रभु को क्रूस में चढ़ाकर कीले ठोका, उनके लिए भी प्रभु क्या किया? प्रभु प्रार्थना किया ना. എത്ര ഭയങ്കര സ്നേഹമാണ് इतना बड़ा प्रेम है प्रभु का. നമ്മൾ ചോദിക്കുക, ഇത്ര ഭയങ്കരമായ ക്രൂശിൽ തന്നെ ആണികൾ കൊണ്ട് തറച്ച് അങ്ങനെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? देखो, ये जो रोमियो का अधिकारी जो यीशु को पकड़कर उसको हाथ पैर पकड़कर उसके हाथ में खीले ठोकते, ऐसा लोगों के लिए भी प्रभु उनके लिए प्रार्थना कर रहा है. बोला तो प्रभु का स्वभाव कैसा रहेगा? നമ്മൾ ലൂക്കോസ് 23:34 വായിക്കുന്നുണ്ട്. लूका का पुस्तक 23:34 में, लूक चैप्टर 23:34. എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട്
ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. लेकिन यीशु ने कहा कि हे पिता इनको क्षमा कर क्योंकि ये नहीं जानते वे क्या कर रहे हैं। എത്ര വലിയ കാര്യമാണ്. देखो कितना बड़ा कार्य है। എനിക്ക് ഈ സ്നേഹത്തെ കുറിച്ച് നിങ്ങളോട് ചില പാഠങ്ങൾ പറയാനുണ്ട്. इस प्रेम के विषय में मुझे आपको बहुत से बातें बोलना है। അതിപ്പോ ഇന്ന് നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റിയല്ല. आज सब बातें तो बोलने नहीं हो पाएगा, ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് ഏകദേശം സമാപിക്കാൻ क्योंकि ആഗ്രഹിക്കുന്നു. आज अभी इसी बात में मैं खत्म करना चाहता हूँ। എന്നാലും ക്രിസ്തുവിന്റെ ആ സ്നേഹമാണ് നമ്മളെ ഭരിക്കേണ്ടത്. लेकिन मसीह का प्रेम है जो हमें चलाना चाहिए, ക്രിസ്തുവിന്റെ സ്നേഹമാണ് എല്ലാത്തിനും നമ്മൾ നിർബന്ധിക്കേണ്ടത്. प्रभु का प्रेम है जो हमें विवश करना चाहिए। അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. इसी तरह मसीह के प्रेम में बना रहकर चलने वाला लोगों को ही मसीह जीवन कहता है। അങ്ങനെയുള്ള സ്നേഹത്താൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ശിഷ്യന്മാർ. इस तरह का मसीह के प्रेम में चलने वाले लोग ही है सच्चा चेले। അവരെ മാത്രമേ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായിട്ടുള്ളൂ. वही लोग ही सचमुच मसीही है करके या विश्वासी है क्रिश्चियंस है करके बोलने के लिए योग्य लोग हैं। അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആ സ്നേഹത്തെ, നമ്മുടെ ജീവിതത്തിലെ സ്നേഹത്തെ നമുക്ക് ഒന്ന് വിലയിരുത്താം. इसके लिए आओ हमारे अंदर वो प्रेम में हमारे अंदर जो प्रेम जो आया है उसको हम मूल्य दें। ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള സ്നേഹം പരീശന്മാരെ പോലെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന പരീശ സ്നേഹമാണോ? क्या आज हमारा प्रेम फरीसियों के समान का प्रेम है क्या, जो उनके लिए जो लाभ होता है तभी वो लोग प्रेम करते हैं, ऐसा दूसरों का लाभ के समय में प्रेम करने वाला प्रेम है क्या? ഇന്ന് അനേക വിശുദ്ധന്മാരും പരീശന്മാരെ പോലെ ആയിത്തീരുകയല്ലേ എന്നൊരു സംശയം. आज मुझे बहुत शक होता है कि बहुत विश्वासियों का प्रेम फरीसियों का प्रेम के समान है। നമ്മുടെ സ്നേഹത്തെ പരിശോധിക്കാൻ പറ്റും. हमें अपना प्रेम को परखना है। നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണ് പരീശന്മാരുടെ സ്നേഹം. जो हमसे प्रेम करता है उन्हीं लोगों से प्रेम करने को कहते हैं फरीसियों का प्रेम। എന്നാൽ കർത്താവിന്റെ സ്നേഹം അങ്ങനെയല്ല. लेकिन प्रभु का प्रेम ऐसा नहीं था। ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ആ യഥാർത്ഥ സ്നേഹം, ദീർഘമായി ക്ഷമിക്കുന്ന, ദയ കാണിക്കുന്ന ആ സ്നേഹം നമുക്കുണ്ടാകട്ടെ. तो इसलिए हमारे अंदर भी प्रभु का सच्चा प्रेम बना रहे, वो सच्चा प्रेम जो धीरज से सब बातों को सहते हुए अंत तक उनके लिए माफी मांगने का विनती करते हुए प्रेम करते रहने वाला वो प्रेम। ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ട് നിർത്തുക. एक और बात मैं कहना चाहता हूँ, നമ്മളാ പ്രാപിച്ച യഥാർത്ഥ ദിവ്യ സ്നേഹം, हमें वो मिला हुआ वो सच्चा प्रेम, അത് നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. हमें पवित्र आत्मा के द्वारा हमें वो मिला है। ആ സ്നേഹം, ആ സ്നേഹത്തിന്റെ ശ്രേഷ്ഠത അത് നമ്മൾ ശരിക്കും പഠിക്കാം. इसके लिए हमें मिला हुआ प्रेम का वो उसका खासियत या श्रेष्ठ बात हम सीखना है। ഇവിടെ അതിന് മാത്രമേ പ്രയോജനമുള്ളൂ. वही बात का लाभ रहेगा। ഇത് നിത്യത്തിലേക്ക് ലഭിക്കുന്ന ഏറിയ പ്രതിഫലത്തിന്റെ ഒരു മാർഗമാണ്. और ये अनंतता में मिलने वाला एक बहुत बड़ा प्रतिफल का कारण भी रहेगा। അതുകൊണ്ട് കർത്താവിന്റെ ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കാം. इसलिए आओ हम लोग उस प्रेम में बने रहे, നമുക്ക് ആ സ്നേഹത്താൽ നിറയപ്പെടാം. उस प्रेम में और भरते ആ जाए സ്നേഹം നമുക്ക് സഹോദരങ്ങൾക്ക് പകരാം. और उस प्रेम को हम भाइयों में बांटे। അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. इसलिए आओ प्रभु का आगमन के लिए हम तैयार रहे। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करें। ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ആഴമായ ചില പഠനങ്ങളിലേക്ക് നാളെ മുതൽ പോകുകയാണ്. हाँ, और अभी प्रभु का अगर आगमन देरी हुआ तो कल से अगर इस विषय में थोड़ा और गहराई से इस विषय में प्रवेश करने का मैं आग्रह रखता हूँ। നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി ഇത് കേൾക്കണേ. इसके लिए आप लोग एकदम प्रार्थना पूर्वक इसको सुनना, കാരണം ഈ സ്നേഹം വളരെ പ്രയോജനമുള്ളതാണ്. क्योंकि ये प्रेम बहुत लाभदायक है। ഈ സ്നേഹത്തിലൂടെ അല്ലാത്തത് ഒന്നും പ്രയോജനമില്ല. जो ये प्रेम से नहीं करता उसका कोई लाभ नहीं होगा। നമ്മൾ സ്നേഹത്താൽ വിഭജിതരായി ചെയ്യാത്ത ഒരു കാര്യവും നമുക്ക് നിത്യതയിലേക്ക് പ്രയോജനമില്ല. मसीह के प्रेम से जो भी काम विवश होकर नहीं करता वो अनंतता में कोई लाभ नहीं होगा। അതുകൊണ്ട് നമ്മൾ ഏത് സ്നേഹത്തിൽ ചെയ്യുന്നു, इसलिए हम कौन सा प्रेम में करते हैं, അത് ദൈവസ്നേഹമാണോ എന്ന് നമ്മൾ वो പരിശോധിക്കണം. परमेश्वर का प्रेम से है कि नहीं हमें जांचना है। കർത്താവ് അതിന് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको उस विषय में सहायता करें। കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ. प्रभु का अनुग्रह हम सब में बना रहे। ആമേൻ. आमीन।